വീഡിയോ ഒക്കെ ഓണായിരിക്കട്ടെ. വീഡിയോ എല്ലാം കണ്ടേ. ബുക്ക് കടച്ചു വെച്ചേ. ബുക്ക് കടച്ചു വെച്ചേ. ശരി, ബുക്ക് അടച്ചു വെച്ചേ. ബുക്ക് അടച്ചു വെച്ചേ. ആണത്തെ മീക, ഹാഫീസ് ആണത്തെ, സുഫിൻ, ആവണി, റൈറ്റ്. ശരി, മുഹമ്മദ് സാലിമേ, ഈ ടോർക്കിന്റെ ഫോമിൽ എന്താ? ടോർക്ക് ഓൺ എ കറന്റ് ക്യാരി കണ്ടക്ടർ വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോമിൽ എന്താ? അറിയില്ല, പറഞ്ഞേ. മുഹമ്മദ് അസ്ലം സിയാസ്. പറഞ്ഞോ. കുറെ റിക്വസ്റ്റ് ഒന്നും എടുക്കുന്നുണ്ട്. അല്ല, നോക്കിയിട്ടില്ല. ഹാഫിസ് മുഹമ്മദ്. ടോർക്കിന്റെ ഫോമില്ല. ടോർക്ക് ഓൺ കറന്റ് ക്യാരി കണ്ടക്ടർ വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നോ 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 നോ. അല്ല, നീ പറയണ്ട. നീ ഇവിടെ വന്നൊന്ന് പറഞ്ഞേൽപ്പിക്കാനുള്ള പരിപാടി നമുക്ക് ചെയ്യാം. എന്നാലും ആ പുള്ളി നോക്കോളൂ. നീ ഇങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഒന്ന് പറഞ്ഞേൽപ്പിക്കും. ശരി. അതിലെ ശരി പറഞ്ഞേ. ടോർക്കിന്റെ ഫോമുല ടോർക്ക് ഓൺ കറന്റ് ക്യാരി വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, NIA/B. ശരി. ആരാണ് ഈ NIA ഒറ്റ വാക്ക് വിളിക്കുന്നത്? എന്തെന്നാണ് ഒറ്റ വാക്ക് NIA? എമ്മിന്റെ പേരെന്താ? നസ്രിൻ കെ. എമ്മിന്റെ പേരെന്താ മോനെ? കുറെ റിക്വസ്റ്റ് ഇപ്പോഴൊന്നും എടുക്കുന്നുണ്ട്. എങ്ങനെ? മാഗ്നറ്റിക് മൊമെന്റ്. അബ്സല്യൂട്ട്ലി മാഗ്നറ്റിക് മൊമെന്റ്. ആയിഷ, അത് വെക്ടറാണോ? ആയിഷ സലീം, അതിന്റെ ഡയറക്ഷൻ എന്താണ്? ഡയറക്ഷൻ സർഫസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട്. ശരി ശരി, ഓക്കെ. സാമുവലെ, എങ്ങനെ ഒരു ഗാൽവനോമീറ്ററിനെ എങ്ങനെ ഒരു, ഞാൻ ചോദിച്ചിട്ട് അതിനു മുമ്പ് സാമുവലെ, എന്താണ് ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? വാട്ട് ഈസ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ? സാമുവൽ ഇതുണ്ടില്ല, പറഞ്ഞേ. മുദ്ദസിറെ, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ? Working principle, coil placed in a magnetic field experience a force. Force ആണ് അത് ടോർക്ക്? Torque. ശരി. How we can convert, Sweda, how we can convert a galvanometer into an ammeter? സർ, അത് നമ്മൾ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ഇതിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. ശരി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആലിയ ഫാത്തിമ, what will be the formula? What will be the formula in that case when we convert the galvanometer into ammeter? What is the formula we have? V into Ig is equal to I minus Ig into S. V into Ig is equal to I minus Ig into S. V into I minus Ig into S. Yes. ഇപ്രാര LHS ആരാ? V into Ig. ആര്? അത് ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് റെസിസ്റ്റൻസിലെ അതിലൂടെ പോകുന്ന കറണ്ട്. ഷണ്ട് റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഏതാ?
ഹയസ്റ്റ് ആണ്. കൃത്യമായി പറഞ്ഞിരുന്നു. വായിച്ചിട്ടില്ല. ഇത് വായിച്ചിട്ടില്ലാത്ത നമ്മളെ അത് പറയാൻ Sir, G into IG equal to I minus IG into S. അങ്ങനെയാണല്ലോ. ഐ ജി കറണ്ട് ഐ ജി ഇൻറ്റു ജി ഗാലോമീറ്റർ റെസിസ്റ്റൻസ് ഷണ്ടിൽ കൂടെ പോണ കറണ്ട് ഐ മൈനസ് ഐ ജി ഇൻറ്റു ഷണ്ടിന്റെ റെസിസ്റ്റൻസ് എസ്. അതാണ് പോകില്ല. അല്ല കിട്ടണോ അത്? നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ഇത്രയും സമയം കഴിഞ്ഞിട്ട് കിട്ടില്ല എന്ന് പറയരുത്. പേര് ഞാൻ എഴുതി വെക്കുക. റൈറ്റ്, ശരി, അത് കിട്ടണം. അങ്ങനെ പഠിക്കണമല്ലോ. ഡെയിലി ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ. അതൊക്കെ പഠനത്തിന്റെ ഒരു ഇത് തന്നെയല്ലേ. അത് കളയാൻ പറ്റുമോ? നമുക്ക് കളയാൻ പറ്റില്ല. ഡെയിലി ചോദ്യങ്ങൾ ചോദിക്കണം, ഡെയിലി ടോപ്പിക്ക് നോക്കണം. ഇതൊക്കെ അതിന്റെ കൂടെയുള്ളതാ. ഇതൊക്കെ പഠനത്തിന്റെ കൂടെയുള്ള സുഹൈലേ. അല്ല സുഹൈലേ, ഹൗ വി ക്യാൻ കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻടു ആൻ വോൾട്ട്മീറ്റർ ഇൻടു എ വോൾട്ട്മീറ്റർ? എങ്ങനെ പിടിപ്പിക്കണം? ഹൈ റെസിസ്റ്റൻസ് എങ്ങനെ പിടിപ്പിക്കണം? സീരീസ് ആയിട്ട് പിടിക്കണം. ആബ്സല്യൂട്ട്ലി. അങ്ങനെ പിടിപ്പിച്ചു കഴിയുമ്പോൾ ഷജാബെ എന്താവും അതിന്റെ ഫോർമുല? വാട്ട് ഈസ് ദ ഫോർമുല വി ഹാവ്? ശരി, പറ ജസിയ. ആരാ? V is equal to IG into galvanometer കൂടെ പോണ കറണ്ട് into R plus G. മതി. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഇത്ര പേര് എഴുതി വെച്ചിട്ടുണ്ട്. അവർ ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോൾ അവരെന്താണോ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുന്നവരായി ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ഞായറാഴ്ച കൊണ്ടുവരുമോ? എന്തെങ്കിലും പരിപാടിക്ക് ചെയ്തോളൂ. പല പരിപാടികളുണ്ട്, പല ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ ട്രീറ്റ്മെന്റ് ഏതെങ്കിലും കാരണം നിങ്ങൾക്ക് എടുത്തോളൂ. റൈറ്റ്, ശരി. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ബാക്കി ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ ഇന്ന് പഠിച്ച രണ്ട് ഫോമുല എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും ലാസ്റ്റ് അഡീഷണൽ എക്സസൈസിന്റെ ലാസ്റ്റ് രണ്ട് പ്രോബ്ലം എടുക്കുന്നത്. അതാണ് ഇത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രണ്ട് പ്രോബ്ലം. അഡീഷണൽ എക്സസൈസിന്റെ ഏറ്റവും ലാസ്റ്റ് 27ാമത്തെ 28ാമത്തെ രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു. അഡീഷണൽ എക്സസൈസ് ആ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ്. അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ താഴെയാണ്ട കിടക്കും. അങ്ങനെയാണ് എന്റെ ഓർമ്മ. Sir, question number 27, 28, 27, 28 ഒന്ന് വായിച്ചു നോക്കിയ. 27 ഒന്ന് വായിച്ച മോളെ കേൾക്കട്ടെ. അതാണ് നോക്കട്ടെ, ഉറപ്പിക്കട്ടെ. പെട്ടെന്ന് നോക്കും, പെട്ടെന്ന്. A galvanometer coil has a resistance of അതെ 12. അതെ സംഭവം. Sir, പറഞ്ഞു. പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ മോളിൽ ഏറ്റവും ലാസ്റ്റ് പോലെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ആ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ്. അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് 27ാമത്തെ ക്വസ്റ്റ്യൻ, 27ാമത്തെ 28ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാ? അതുമാതിരി കിട്ടിയാ? കിട്ടിയില്ല സർ. 172. 172 ശ്വേത കിട്ടിയാ? പെട്ടെന്നാവട്ടെ. ക്വസ്റ്റ്യൻ വായിക്കും ശ്വേത. 4th ചാപ്റ്റർ തീരണോർത്ത് എന്റെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ അഡീഷണൽ എക്സസൈസ് ലാസ്റ്റ്. അങ്ങനെ എനിക്ക് തോന്നണം.
ഇന്നലത്തെ കേസ് മനസ്സിലാവാത്തവർക്ക് അത് കിട്ടൂല കേട്ടോ. ഇന്നലെ ആബ്സെന്റ് ആയവർ, ക്ലാസ് കേൾക്കാത്തവർ ഒന്ന് ഇരിക്കുക, വെയിറ്റ് ചെയ്യാം. സായല മീരാണിക്ക് ഇന്നലത്തെ ക്ലാസ് കേട്ടിട്ടുണ്ടോ? സായലൊക്കെ മനസ്സിലായിട്ടുണ്ടോ? റോളം ചെയ്തു. ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയെന്ന് അനലൈസ് ചെയ്ത് ഐഡിയ കിട്ടിയെന്ന് ശരി, ഓക്കെ. ഓക്കെ, നോക്കാം. എന്താ പറഞ്ഞാണെന്ന് പറഞ്ഞേ. മെഹബൂബ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് എന്ന് പറഞ്ഞ മെഹബൂബ? ഹലോ, കേൾക്കണില്ല? ആവില്ല. ശരി, ഈസാനെ പറഞ്ഞ. ഈസാനെ എന്താ ഉള്ളേ? പറഞ്ഞോ, എന്താ ഉള്ള അതിനകത്ത്? സാർ അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് കേൾക്കട്ടെ. നീ ക്വസ്റ്റ്യൻ വായിച്ച്. A galvanometer coil has a resistance of 12 resistance, and the meter shows the full scale deflection for a current of 3 microampere. How will you എത്ര കറണ്ടോ? 3. പിന്നെ How will you convert the meter into a voltmeter of range 0 to 18 volt? 18 volt. ശരി, കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ തന്നാക്കണേ ഈസാനെ ഒന്ന് പറഞ്ഞേ. ഇത് ആദ്യം എന്തായിട്ട് മാറ്റണം ഒന്ന് പറഞ്ഞേ. ആദ്യം ഇത് എന്തായിട്ട് മാറ്റാനാ പറഞ്ഞത്? നമ്മുടെ വോൾട്ടേജ് 0 to 80 അല്ലാതെ എന്താളായിട്ടാണ് മാറ്റണ്ടേ? ഇത് എന്തിന് എന്താക്കി മാറ്റാനാ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ? പോരാ, നീ ഇപ്പൊ ഈ വായിച്ചാ പോരാ. ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോ പറയാൻ പറ്റിയാലാണ് നീ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുള്ളൂ. അല്ലാതെ ഈ സാറ് ചോദിക്കുമ്പോൾ ഇത് തപ്പി വരെ വാക്കുകളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാനാണ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾ 7ാം ക്ലാസ് സ്റ്റാൻഡേർഡ് ആണ്. യു ആർ ഇൻ 7th സ്റ്റാൻഡേർഡ്. എന്തെങ്കിലും ചോദിക്കുമ്പോ ആ ക്വസ്റ്റ്യൻ നോക്കി പറയാൻ പറ്റൂല. ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ ആ ക്വസ്റ്റ്യന് മൊത്തത്തിൽ ഒരർത്ഥം കിട്ടുന്നത് വരെ ആദ്യം വായിച്ചേ. ആർക്കോ വേണ്ടി എന്തെങ്കിലും വായിക്കാതെ വീണ്ടും വായിച്ചിട്ട് ഒരു പിക്ചർ ആവട്ടെ. സാറേ എന്താ തന്നാണ്? സാറെ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കാനാണ് പറഞ്ഞാക്കുന്നത്. ഇങ്ങനെ ഒരു പോയിന്റ് പറയണ്ടേ? അങ്ങനെ പോയിന്റ് പറയണ്ടേ? ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കാനാണ് പറഞ്ഞാക്കണേ. ശരി, ഇനി അതിന് എന്തൊക്കെ തന്നിട്ടുണ്ടെന്നാണ് അടുത്ത ചോദ്യം. അങ്ങനെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ അമ്മീറ്റർ എന്താണോ അതിനകത്ത് ഷോർട്ട് ഫോം അത് പറയാം. വോൾട്ട് മീറ്റർ ആക്കണം. ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ അർഷദ് കമാൽ നമ്മൾ പറഞ്ഞാണ്? ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കണമെങ്കിൽ എന്ത് വേണം നമ്മുടെ കയ്യിൽ? IG വേണം, R വേണം, G. അല്ല, ഞാൻ ചോദിച്ചത് ഗാൽവനോമീറ്റർ വോൾട്ട് മീറ്റർ ആക്കാൻ എന്താണ് ചെയ്യാനാ പഠിച്ചേക്കണ തിയറി? സീരീസ് ഹൈ റെസിസ്റ്റൻസ്, സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് പിടിപ്പിക്കണം. അപ്പൊ നമ്മുടെ എയിം എന്താ? അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യണേ. അതൊരു സ്റ്റാൻഡേർഡ് ആണ്, അല്ല ഒരു പ്രോബ്ലത്തിനല്ല. അങ്ങനെയാണ് പ്രോബ്ലം ചെയ്യണേ. ഹൈ റെസിസ്റ്റൻസ് സെറ്റ് ചെയ്യണം സീരീസ് ആയിട്ട്. അപ്പൊ നമുക്ക് എന്താ എയിം? വി വാണ്ട് ടു ഫൈൻഡ് ഹൈ റെസിസ്റ്റൻസ്, വാല്യൂ ഓഫ് ഹൈ റെസിസ്റ്റൻസ് R. ദാറ്റ് ഈസ് അവർ എയിം. അങ്ങനെ ആദ്യം ക്വസ്റ്റ്യന്റെ എയിം സെറ്റ് ചെയ്യും. ചുമ്മാ ഇങ്ങനെ ചെയ്യാ, ലെറ്റർ പറക്കി വെക്കും, ഏതാ പറ്റിയ ഫോമിൽ ഉപയോഗിക്കുക. അങ്ങനെയല്ല,
ആദ്യം എയിം സെറ്റ് ചെയ്യുക. എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? വി വാണ്ട് ടു കൺവേർട്ട് ഗാലോമീറ്റർ വോൾട്ട്മീറ്റർ. For that we need a high resistance that should be connected in series. That is at the end of the question. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. വാട്ട് ഇസ് ദ ഫോർമുല വി ഹാവ്? ഇത് കണ്ടുപിടിക്കാൻ ആകെ ഒരു ഫോർമുലയേ ഉള്ളൂ. വി ഈസ് ഈക്വൽ ടു IG ഇൻറ്റു R പ്ലസ് G. ഇനിയാണ് ആലോചിക്കുന്നത് ഈ ആൾക്കാർ വല്ലതും തന്നിട്ടുണ്ടോ. ഇങ്ങനെയാണ് +2 ക്വസ്റ്റ്യൻ ചെയ്യണേ. 10 ക്വസ്റ്റ്യൻ നേരെ തിരിച്ചാ. ആദ്യം തന്നത് എഴുതും. ഇത് അങ്ങനെയല്ല. കണ്ടുപിടിക്കേണ്ട ഐഡിയ എഴുതും, ഇക്വേഷൻ ഏതാണെന്ന് എഴുതും. ഇനി ആൾക്കാരുണ്ടോ നോക്കും. കാരണം നേരിട്ട് ആൾക്കാരുണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ വായിക്കുകയാണ് എന്താണ് വി. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് വി എന്നാണ് അടുത്ത ചോദ്യം. അനഘ, എന്താണ് ഇവിടുത്തെ വി? എന്താ, എങ്ങനെയാണ് വിയെ കുറിച്ച് പറഞ്ഞാക്കണേ? 0 to 18 വോൾട്ട് ആണ്. അങ്ങനെയാണ് തന്നാക്കണേ. 0 to 18 വോൾട്ട്. എത്ര? 18 ആണോ 8 ആണോ? 18. 18 വോൾട്ട് വരെ അളക്കണം. അങ്ങനെ തന്നിട്ടുള്ളൂ. 0 മുതൽ 18 വോൾട്ട് വരെ അളക്കണം. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് വരാവുന്നത് മാക്സിമം എത്രയാണ് അതിന്റെ അർത്ഥം കൈലാസനാഥൻ? 0 മുതൽ 18 വരെ വോൾട്ട് അളക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരാവുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാ? അല്ല, ആവറേജ് എടുക്കണ്ട. 0 മുതൽ 18 വരെ അളക്കാം. അപ്പൊ മാക്സിമം എത്ര വരെ അളക്കണം? 18 വരെ അളക്കണം. അതല്ലേ അപ്പൊ അവിടുത്തെ വോൾട്ടേജ്. അപ്പൊ വോൾട്ടേജ് വരാവുന്നത് എത്ര വരെയാ? 18 വരെ. അപ്പൊ വി എത്രയാ? 18 വരെ നമ്മൾ സെറ്റ് ചെയ്യണം. ഉണ്ടോ? അങ്ങനെ തരുള്ളൂ. ക്വസ്റ്റ്യൻ അങ്ങനെ തരുള്ളൂ. ഇനി അടുത്തത്. ഇനി എന്നാ തന്നാക്കണേ കൈലാസനാഥൻ? ഇനി എന്നാ തന്നാക്കണേ? ഇനി ഒന്നും തന്നിട്ടില്ലേ? ഒന്നുമില്ല. അപ്പൊ ഈ ഗാലോമീറ്റർ റെസിസ്റ്റൻസ് തന്നിട്ടില്ലേ? ക്യാപിറ്റൽ G തന്നിട്ടില്ലേ? 12 Ohm. അതായത് പിന്നെ വേറെ എന്താ നടക്കണേ? അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇന്നലെ തിയറി കേൾക്കാത്തവർക്ക് അത് മനസ്സിലാവില്ല. ഞാനൊരു കാര്യം അതിന് മുന്നേ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് കയറാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കയറരുത് കേട്ടോ. അതിന്റെ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ട് കയറിയാൽ മതി. പുതിയ ചാപ്റ്റർ തുടങ്ങുമ്പോൾ കയറിയാൽ മതി. ഈ പുതിയ സബ്ജക്ട് തുടങ്ങുമ്പോൾ കയറിയാൽ മതി. ഇല്ലെങ്കിൽ കയറുന്നോണ്ട് ഒരു കാര്യമില്ല. നെഗറ്റീവ് എഫക്റ്റ് ആണ്. എന്ത്? ഈ പുള്ളി പഠിപ്പിക്കുമെന്ന് മനസ്സിലാവുള്ളതെന്ന് പറയും. നെഗറ്റീവ് എഫക്റ്റ് ആണ്. അതുകൊണ്ട് കയറരുത്. ഒന്നില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കയറുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഫുള്ള് കേട്ടിട്ട് കയറുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവില്ല. നിങ്ങൾ ഉറക്കം തൂങ്ങും. നിങ്ങൾ ക്ലാസ്സിന് വെറുക്കും. നിങ്ങൾ അടുത്ത ക്ലാസ് കയറിയാൽ അതായിരിക്കും ഗുണം. ശരി, പറഞ്ഞോ. ഇനി എന്താണ് തന്നാക്കണേ അതിനകത്ത്? എന്ത് കറണ്ട് തന്നാക്കണേ മോനെ? I ആണോ IG ആണോ? എന്താ തന്നാക്കണേ? എന്താ അതിനകത്ത് പറഞ്ഞാക്കണേ? അതായത് അതിൽ കൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിനകത്ത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, അതായത് ഫുള്ള് ഗാലോമീറ്ററിന്റെ ഫുള്ള് അനങ്ങും. എത്ര പോയാ? 3 മൈക്രോ ആംപിയർ പോയാ. അപ്പൊ കറണ്ട് ത്രൂ ഗാലോമീറ്റർ വരാവുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? കറണ്ട് ത്രൂ ഗാലോമീറ്റർ വരാവുന്ന മാക്സിമം വാല്യൂ 3 മൈക്രോ ആംപിയർ ആണ്. അതിന്റെ അർത്ഥം അതാകുമ്പോഴത്തേക്ക് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് മാക്സിമം കറണ്ട്, മാക്സിമം വോൾട്ടേജ്, മാക്സിമം കറണ്ട് ക്യാപിറ്റൽ G ഉണ്ട്. അപ്പൊ ഇതിനെ മാറ്റി 3 × 10⁻⁻⁶ അപ്പൊ തന്നെ മാറ്റും. കാരണം ഫോർമുലയിൽ പല ആൾക്കാരുള്ളത് യൂണിറ്റ് കിടക്കണം. നമുക്ക് വേണ്ട 6 ആണ്. നമ്മൾ ഫോർമുല എഴുതും. ഇതാണ് ഫോർമുല. എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ ആവശ്യമുള്ള VI, IGI, GI ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആദ്യം മറ്റേ ആൾ അങ്ങോട്ട് മാറ്റുക. അപ്പൊ V/IG = R + G എന്ന് കിട്ടും. വേണ്ടത് 6 ആണ്. R = V/IG. ഇത് അപ്പുറത്തേക്ക് -G. എവിടെയാ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞോളൂ. ഇന്നലത്തെ ക്ലാസ് കേട്ടവര്, മനസ്സിലാ പ്രോബ്ലത്തിന് സംശയം വന്നവര്. അപ്പൊ R = ഇന്നത്തെ ഇക്വേഷൻ കാര്യങ്ങളും അറിയില്ലാത്തവർ അതൊന്നും അവരെങ്ങനെ ചോദിക്കണം? അവർക്ക് ചോദിക്കാൻ പറ്റില്ല. അതാ മിണ്ടാതിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ മിണ്ടാതിരിക്കാനുള്ള കാരണം അതാ. അപ്പൊ 18 / 3 × 10⁻⁻⁶ - 12 ചെയ്യുമ്പോൾ you will get a value. സർ പറഞ്ഞോ. സർ മില്ലി ആംപിയർ അല്ലേ? മില്ലിയാണോ? മൈക്രോ എന്നാരാണ്ട് പറഞ്ഞ പോലെ തോന്നി. മില്ലിയാണ് ഉണ്ടാക്കുന്നത്. അന്നിരിക്കുന്ന മില്ലിയാണ്. MA ആണ്. ശരി, മില്ലിയാണ്. 18/6 വരുമ്പോൾ അപ്പൊ 6/6 / 10⁻⁻⁶. അതിനെ നിങ്ങൾ വേറെ ഇത് 6 - 12 ചെയ്യരുത്. ഈ 10⁻⁻⁶ നേരെ മുകളിലേക്ക് കൂടുക. അപ്പൊ 10⁻⁶ ആവും -12.
അപ്പൊ 6 × 10⁻6 അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അല്ലെ 12 ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റില്ല. × 10⁻6 കിടക്കണമായിരുന്നു. അപ്പൊ 6 ഇട്ടിട്ട് 6 0 ആണ് -12. അപ്പൊ അത്ര റെസിസ്റ്റൻസ് 12 5 9 9 9 9 അങ്ങനെ 8 2 പ്ലസ് 12 ചെയ്യുമ്പോ അത്ര കിട്ടും. ഇത്രയും ഓം. ഇത് ഓമില് തന്നെയാണോ? ഇതിപ്പോ ഓമില കിട്ടിയത്. ഇത്രയും വലിയ വാല്യൂ തോന്നല്ല. അത് സാർ അത് 10⁻³ ആയിരുന്നു. ശരിയാണോ? നമ്മൾ മാറ്റിയോ അല്ലെ? മില്ലി ആക്കിയോ അല്ലെ? ശരിയാണോ? 10⁻³ ആക്കിയല്ലോ. 10⁻³ അവ 3 0 3 ആക്കി. അപ്പൊ നമുക്ക് 5982 ഓംസ് -3 ആക്കി. നമ്മുടെ ആൻസർ ഇല്ല, നമുക്ക് കിട്ടിയ വാല്യൂ ചെയ്യാന്നുള്ളൂ. അവിടെ മാറിപ്പോയ വാല്യൂ മാറ്റി. ഓക്കെ, അടുത്ത് നോക്കിയോ? ഇതേപോലെ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച്. ഇന്നലെ ക്ലാസ് കേട്ടവര്, തിയറി മനസ്സിലായവര് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. പറ. നമ്മളെ 8 ശരിയാണ്. 8 അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. കാൽക്കുലേഷൻ കൊണ്ട് വിട്ടോ, അടുത്തതിലേക്ക് പോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. എന്താ ഫോർമുല ഉപയോഗിക്കണം നോക്ക്. ഒരു ഗ്ലോബ് അവിടെ ഇരിക്കുന്നു. ഗ്ലോബ് മുന്നോട്ട് പാസ് ചെയ്താൽ മതി. ഫോൺ അടിക്കുന്നില്ല. കിട്ടിയാ? ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ശരി, വായിച്ചു നോക്ക്. സെയിം ഐഡിയ. മാളവിക, ഗോഡ് ഇറ്റ്? ശരി, നോക്കാം എന്താ പറഞ്ഞത്. ശരിക്കും വായിച്ചു നോക്കും പിള്ളേര്. നിങ്ങൾക്ക് ആ തിയറി മനസ്സിലായില്ലെങ്കിൽ ഐഡിയ ഉണ്ടാവില്ല. തിയറി മനസ്സിലാവാത്തവർക്ക് ഐഡിയ ഉണ്ടാവില്ല. പറഞ്ഞേ, കേൾക്കട്ടെ. ബേസിൽ ജോയി പറഞ്ഞ പോലെ എന്താ ഉള്ളത്? പറഞ്ഞോ. എന്തിനെന്താക്കണം ആദ്യം? എന്താ ക്വസ്റ്റ്യൻ? ഗാൽവനോമീറ്ററിന് അമ്മീറ്ററിലേക്ക് മാറ്റുന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി എന്താ ശരിക്കും ചെയ്യേണ്ടത്? നമ്മൾ ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ട ബേസിലെ? ഒരു ലോ റെസിസ്റ്റൻസ് കൊണ്ട് ഷണ്ട് വേണം. ആ ഷണ്ട് ഒരു കേസ് അതിന് മുമ്പ് ഞാൻ പറയട്ടെ കേട്ടോ, ഞാൻ എപ്പോഴും ഓർത്തത്. അതിന് ഒരു ആ വാല്യൂക്ക് മാറിപ്പോയി എന്റെ പുറത്ത് പോയി. ഇത് ഇത്ര എഴുതിയാൽ മാർക്ക് കിട്ടൂല കേട്ടോ. ഇങ്ങനെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല. നമ്മൾ നിർബന്ധമായിട്ട് എന്ത് എഴുതുന്നറിയോ? Therefore, in order to convert, we need to, അങ്ങനെ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ മാർക്ക് കിട്ടൂല കേട്ടോ. We need to connect a high resistance of 5988 ohm
in series with galvanometer. ഇനി എഴുതിയില്ലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, ചെയ്തൊക്കെ വെറുതെ ആവും. എന്തെങ്കിലും മാർക്ക് തരുമെന്നാവും, ചെയ്തു വെച്ചതിന് എന്തെങ്കിലും മാർക്ക് തരും. കാരണം എന്തായാലും കോപ്പി അടിച്ചു വെച്ച പോലെ ആവും തോന്നും, ബോധമുള്ളവനല്ലല്ലോ എന്ന് മനസ്സിലാവും, എവിടേക്ക് നോക്കി എഴുതിയാൻ തോന്നും. അതുകൊണ്ട് ആൻസർ കീഴ മാർക്ക് കൊടുക്കൂലേ. അപ്പൊ നിർബന്ധമായിട്ട് എന്താ എഴുതിക്കൊള്ളണം, ഇത് സെന്റൻസ് എഴുതിക്കൊള്ളണം. അത് കണ്ടുപിടിച്ചത് സീരീസിലാണ്, നിർബന്ധമായിട്ട് സെന്റൻസ് എഴുതിക്കൊള്ളണം. ശരി, ഓക്കെ. ഇനി നമുക്ക് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ ആണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അതിപ്പോ ഓർത്തം പറഞ്ഞു നോക്കും. ഷണ്ട് പിടിപ്പിക്കണം. ശരി, ഷണ്ട് പിടിപ്പിക്കണമെങ്കിൽ സാധാരണ പള്ളി എന്തൊക്കെ തന്നിട്ടുണ്ട് ബേസിൽ നമുക്ക് ഷണ്ട് പിടിപ്പിക്കുന്നത് എന്താ നമ്മുടെ ഫോർമുല? നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ഷണ്ട് പിടിപ്പിക്കാനുള്ള ഫോർമുല നമ്മുടെ ആകെ ഒറ്റ ഫോർമുല ഉള്ളൂ ഷണ്ട് കണ്ടുപിടിക്കും. ഇതാണ് ആകെയുള്ള ഫോർമുല. ഇതിൽ നിന്ന് നമുക്ക് എസ് കണ്ടുപിടിക്കാം. therefore S is equal to IG into G by I minus IG. അപ്പൊ നമുക്ക് വേണ്ടത് ഐ ജി. ഐ ജിയെ കുറിച്ച് എന്താ പറഞ്ഞാണ് ബേസിൽ? അങ്ങനെയാണല്ലോ ചിന്തിക്കണേ. ഐ ജിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫോർ മൈക്രോ മിയു ആണോ മില്ലി ആണോ? മില്ലി. ഇതൊരു പ്രശ്നമാണ്. എന്താണെന്നറിയാം, ഞാൻ വേറെ പ്രശ്നം ഞാനറിയാം. മില്ലി കാണുമ്പോൾ മൈക്രോ ആണോ, മൈക്രോ കാണുമ്പോൾ മില്ലി ആണോ എന്ന് മനസ്സിൽ സംശയം വന്നാൽ നിങ്ങൾ +2 താഴെ പോകും. 10ാം ക്ലാസ് ആവും. കാരണം 10ാം ക്ലാസ്സിലെ മൈക്രോ മില്ലിക്ക്. അപ്പൊ അതിന് പ്രശ്നം നിങ്ങളുടെ പ്രശ്നമല്ല. നമ്മളിത് പറയുകയോ ഇത് ചെയ്യുകയോ ഇത് മ്യൂ ആണെന്ന് മനസ്സിലാക്കുകയോ സ്വന്തമായി ചെയ്യാൻ നോക്കുകയോ ഒന്നും ചെയ്യണില്ല. ടീച്ചർ മൈക്രോ എന്ന് പറയുന്നത് നമ്മൾ മൈക്രോ കേട്ട് പോകുന്നതോറും ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും സംശയം മാറൂല. ഒരു തവണ മില്ലി, ഇപ്പൊ നേരത്തെ കണക്ക് ചെയ്തവൻ മൈക്രോയ്ക്ക് പറയാം, മില്ലിക്ക് പറയാം, മൈക്രോ വിളിച്ചോണ്ടാ ഞാനിത് ഇട്ട് കൊടുത്തത്. ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. അതായത് അപ്പടി പ്രശ്നങ്ങളായിരിക്കും അതിനകത്ത്. അപ്പൊ ഇത് പറഞ്ഞ് ശരിയാവണം നിങ്ങൾ. അങ്ങനെയാണ് പഠിപ്പിക്കാവുള്ളൂ എന്നാ റൂളാണത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല. ക്വസ്റ്റ്യൻ ആൻസർ കേട്ടപ്പോ എന്താണെന്ന് ചോദിച്ചാൽ 10 വരെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. +2 വരെ നടക്കണതില്ല. അത് നമ്മൾ ഒരുപാട് ബാക്കി പോവും. നമുക്ക് വാ തുറക്കാൻ പേടിയാവും. ഒരു ഇന്റർവ്യൂവിന് പോയി പറയാൻ പേടി. ഒരു സാധനം ഒരു ബിടെക്കിൽ കയറി ഒരു ഡിഗ്രിക്ക് കയറി കഴിഞ്ഞാൽ മിണ്ടൂല. തന്നെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച് പാസ്സാവും. അങ്ങനെ അടി പോണേ, മനസ്സിലാക്കിക്കോ. അത് അപകടമാണ്. അത് അങ്ങനെ പഠിപ്പിച്ച നിങ്ങളൊക്കെ ഏറ്റവും എളുപ്പമാണല്ലേ. ശരി. അപ്പൊ 4 മില്ലി ആംപിയർ. അപ്പൊ 4 × 10⁻³ ആംപിയർ. ശരി, തെറ്റുണ്ടോ നോക്കണട്ടെ. അത് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ, പറയണേ ഉള്ളൂ. ഇനി എന്നെ പോലെ നന്നാക്കണേ. അപ്പൊ ഇത് എന്താ ഇത് ഈ ഐ ജി നീ എടുക്കാൻ കാരണം എന്താ പറഞ്ഞ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്താ ബേസിൽ എടുക്കാൻ കാരണം? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകി കഴിയുമ്പോൾ ഫുൾ സ്കെയിൽ, അതായത് ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകാവുന്ന മാക്സിമം കറണ്ട് 4 മില്ലി ആംപിയർ ആണ് അതിന്റെ അർത്ഥം. കാരണം ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകുമ്പോൾ തന്നെ ഫുൾ സ്കെയിൽ ഡിഫറൻസ് കാണിക്കും. അപ്പൊ ഐ ജി വരാവുന്ന മാക്സിമം വാല്യൂ 4 ആട്ടോ ഒന്ന് ആണ് അതിന്റെ അർത്ഥം. പിന്നെ എന്താ തന്നാണ് ക്യാപിറ്റൽ ജി എന്താ തന്നാക്കണേ ബേസിലെ? $15 ഓം എന്നാണ് പറയുന്നത്. ഗാൽവനോമീറ്ററിന് റെസിസ്റ്റൻസ് ഉണ്ടത്രേ, അത് 15 ആണ്. പിന്നെ അതിനെ കുറിച്ച് എന്നാ പോലെ തന്നാക്കണേ? അപ്പൊ എത്ര എടുക്കണ്ടേ? അത് വെറുതെ എടുക്കുമല്ല, കഴിഞ്ഞ കണക്കിൽ എടുക്കുമല്ലോ, ആലോചിച്ചോളൂ കേട്ടോ. ചുമ്മാ അങ്ങനെ എടുക്കാൻ പറയരുത്. അതായത് ഒഴുകാവുന്ന സർക്യൂട്ടിൽ ഒഴുകാവുന്ന മാക്സിമം കറണ്ട് 6 ആംപിയർ ആണെന്ന്. യു വാണ്ട് ടു മേക്ക് ആൻ അമ്മീറ്റർ so that its maximum range is it can measure up to 6 ampere. അപ്പൊ 6 ആംപിയർ ആണ് ഒഴുകുന്ന കറണ്ട്. കൈ എടുക്കണം, സർക്യൂട്ടിൽ ഒഴുകണം, അതിലെ അളക്കണ്ടേ? അപ്പൊ അതിലെ സർക്യൂട്ടിൽ ഒഴുകണേ. മറ്റവനെ അളക്കാവുന്നത് ഐ ജി. So you have got all the values. S is equal to IG into 4 × 10⁻³ into 15 divided by 6 minus 4 × 10⁻³. ഇത് ഒരുപാട് പേർക്ക് സംശയം ചെയ്യുമ്പോൾ ഉണ്ടാവും. ഒരുപാട് പേർക്ക് ചെയ്യാൻ തന്നെ സംശയം ഉണ്ടാവും. ഞാൻ ഇതിൽ തെറ്റുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പൊ 4 × 15 ചെയ്യുമ്പോൾ 60, 60 × 10⁻³ മുകളിലത്തെ താഴത്തെ വെട്ടലെത്താം. 6 - 4 ചെയ്യാൻ പറ്റില്ല. 6 - 4 × 10⁻³ 4 divided by 1000 ഇതാ
0.004 എന്ന് വരും. അത് കുറച്ചിട്ട് അത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ചെറിയ വാല്യൂ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ തെറ്റിട്ടുണ്ടോ നോക്കട്ടോ. എനിക്ക് പല എയിം വെച്ചിട്ടാണ് ഞാൻ കണക്ക് ചെയ്യുന്നത്, ഞാൻ ആൻസർ വെച്ചിട്ടല്ല. അപ്പൊ ആദ്യം കിട്ടിയ വാല്യൂ കിട്ടിയവരൊന്ന് പറഞ്ഞേ. ഫാരിസേ, മുഹമ്മദ് ഫാരിസേ, കാൽക്കുലേറ്റർ എടുത്തേ. കാൽക്കുലേറ്ററിന്റെ 0.01 ഓം ആണ്. 0.01 ഓം. 10⁻³ ഉണ്ടോ? 10 ഓം അതുണ്ടോ? ആ അല്ല, എന്റെ 10⁻³ അല്ലേ, അത് വീണ്ടും താഴെ പോകും. +3 അല്ലല്ലോടാ, വീണ്ടും താഴെ പോകും. അങ്ങനെ പറയട്ടെ. കാൽക്കുലേറ്റർ എടുത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ, സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കട്ടെ. ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ട്യൂഷൻ കൊണ്ട്. അല്ല, പണ്ടങ്ങനെയല്ല 2-3 കൊല്ലം മുമ്പ് അങ്ങനെയല്ല. 2-3 കൊല്ലം മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും വാക്ക് വിട്ടുപോകാതെ പഠിപ്പിക്കാനാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾ സ്വന്തമായി വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ശീലം ഉണ്ടാകുക എന്നുള്ള ഇപ്പൊ എന്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ശരി, ഇല്ലെങ്കിൽ അപകടം. പറഞ്ഞു. വേണ്ട, ഞാൻ നോക്കിയിട്ട് അത് വേണ്ട. ചെയ്ത് കഴിയുമ്പോ എത്ര കിട്ടണേ അപ്പൊ സലാഹുദ്ദീന്? 0.01 കിട്ടിയോളൂ. ഓക്കെ, ചെയ്ത് നോക്കപ്പോ. പിള്ളേര് നോക്കിക്കോ, പിള്ളേര് നോക്കി കണ്ടുപിടിച്ചോ. ഡസന്റ് മാറ്റർ. എല്ലാവർക്കും കാൽക്കുലേറ്റർ ഉണ്ട്, എല്ലാവർക്കും ചെയ്യാൻ ചെയ്തോളൂ. എന്നിട്ട് നമ്മൾ എഴുതും തയ്യാറപ്പോ. അതാണ് സെന്റൻസിന്റെ പ്രത്യേകത. എന്തെന്ന് എഴുതും? ഒന്ന് പറഞ്ഞേ അനഘ. എന്തെഴുതും മോളെ? നമ്മള് എന്തെഴുതി നിർത്തും? Sir, പറഞ്ഞോ, എന്തെഴുതും? in order to connect, we need to connect. Convert. Invert to convert. We need to connect a low shunt resistant of 0.0 ohm in parallel with G. അങ്ങനെയാണ്. അതെ. അപ്പൊ in order to convert galvanometer into ammeter, we have to connect a low resistance of. കേട്ടോ പിള്ളേരെ, ഇന്നലെ ആബ്സെന്റ് ആയാലും കേട്ടത് കാര്യമില്ല. ഇന്നലെ ആബ്സെന്റ് ആയത് ചുമ്മാ പറയാന്നുള്ളൂ. കേട്ടത് കാര്യമില്ല എങ്കിലും കേട്ടോ. നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കോളൂ. 0.01 ohm in parallel with galvanometer. പ്രശ്നം പറ. ഇന്നലെ ക്ലാസ്സിൽ ഇരുന്ന് ഇന്നലെ മനസ്സിലാക്കാൻ ശ്രമിച്ചവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പറ. അവർക്കാണ് പ്രശ്നം. അവരുടെ മാത്രം പ്രശ്നത്തെ നമ്മൾ അഡ്രസ് ചെയ്യും. അവർ മിണ്ടാതിരിക്കുകയും ചെയ്യരുത്. കഴിഞ്ഞു. ശരി. So we are slipping into the next chapter. അതിനകത്ത് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകും. ഇതിനകത്ത് അവസാനം കിടക്കണേ, ടെക്സ്റ്റ് ബുക്ക് നോക്കണവർ നോക്കട്ടെ. അവസാനം കിടക്കുന്ന 2 ടോപ്പിക് ഉണ്ട്. ഒരു സർക്കുലർ കറന്റ് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ. സാധാരണ പണ്ടും നമ്മൾ ഫുള്ള് പഠിപ്പിക്കും. 2-3 കൊല്ലം മുമ്പ് നമ്മൾ അതങ്ങനെ അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ഒരു തിയറിയാണ്. പക്ഷെ വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അത്ര ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഇത്ര വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. പഠിക്കേണ്ട സാധനമാണ്. എൻട്രൻസിലേക്ക് പോണ ഒരു ഡയറോമാഗ്നറ്റിക് റേഷ്യോ, എല്ലിന്റെ വാല്യൂ, അങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങൾ എടുക്കും. പ്രോബ്ലം ഒന്നും അതിനകത്ത് ചോദിക്കാറില്ല. ഒരു തിയറി ടോപ്പിക്കാണ്. പ്രോബ്ലം ഒന്നും അങ്ങനെ കാണാറില്ല. ഒരു 1 മാർക്ക് ചോദിക്കും ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ. ഓക്കെ, we are moving to next one, magnetism and matter. ഒരു ചെറിയ ചാപ്റ്റർ, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ്. ഹെഡിങ് കൊടുത്തു അല്ലേ? ചാപ്റ്റർ 5, മാഗ്നറ്റിസം. ഈ ഹെഡിങ് നോക്കിയിട്ട് ആർക്കെങ്കിലും പറയാമോ കഴിഞ്ഞ ചാപ്റ്ററും ഈ ചാപ്റ്ററും തമ്മിലുള്ള വ്യത്യാസം? ഹെഡിങ്ങിന് ആർക്കെങ്കിലും പറയാമോ? ആരെങ്കിലും എന്തെങ്കിലും പറയാമോ?
കഴിഞ്ഞ ചാപ്റ്ററിന്റെ ഹെഡിങ്ങും ഈ ചാപ്റ്ററിന്റെ ഹെഡിങ്ങും തമ്മിൽ വ്യത്യാസം ആർക്കെങ്കിലും പറയാമോ? എന്തായിരിക്കും ഈ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ചാപ്റ്ററിൽ എന്തായിരിക്കും പറഞ്ഞത്? നോക്ക്, എല്ലാവർക്കും പറയാൻ പറ്റും, എല്ലാവർക്കും എന്തെങ്കിലും പറയാമല്ലോ. ഇന്നലെ ആബ്സെന്റ് ആയ കുട്ടികൾ ഇത് പുതിയതാ. അപ്പൊ ഇനി പുതിയത് പോലെ തന്നെ ഫ്രഷ് ആയിട്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പഴയത് വരും, വളരെ കുറച്ച് കാര്യങ്ങളെ വരൂ. അപ്പൊ ഇനി നാളെ ആബ്സെന്റ് ആവും ചിലവര്. അങ്ങനെ ആവണ്ട, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ആരാ പറയാന്ന് പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ. അഭിന വേണ്ട, അവിടെ നിൽക്കട്ടെ. മെഹബൂബ കേൾക്കൂല? മെഹബൂബ കേൾക്കൂല? ഇപ്പൊ കേൾക്കായിരിക്കും. ഇപ്പൊ കേൾക്കാലോ. ഒന്ന് പറഞ്ഞ മെഹബൂബ, എന്തായിരിക്കും വ്യത്യാസം? മാറ്ററിന്റെ സംബന്ധമായിട്ട് വല്ല മാഗ്നറ്റിസം അബ്സല്യൂട്ട്ലി മാറ്ററുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിസം ആയിരിക്കും. എന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ പാഠത്തില് മൂവിങ് ചാർജിന്റെ ഇല്ലായിരുന്നോ? ഇപ്പൊ മാറ്ററിന്റെ. ഈ മാറ്ററിന് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? മാറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് സാധനങ്ങളും ഉണ്ടെങ്കിൽ മാറ്റർ വെച്ചില്ലേ എല്ലാത്തിന്റെ ഉള്ളിൽ മാറ്ററല്ലേ ഉള്ളത്. ശരി. ഭീമ എന്താ പറയാനുള്ളത്? ബീവി എന്താ പറയാനുള്ളത്? അത് തന്നെയായിരുന്നു, മറ്റേത് മൂവിങ് ചാർജും ഇത് മാറ്റർ മൂവിങ് ഇല്ലല്ലോ. ശരി, ഞാൻ പറഞ്ഞു മാറ്ററിനെ കുറച്ചുകൂടെ ഞാൻ കൃത്യമായിട്ട് ഐഡിയ പറഞ്ഞില്ല. മാറ്റർ എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് എന്നാണ്. മാറ്ററിൽ നിന്നാണ് ഈ മെറ്റീരിയൽസ് എന്നാണ് സാധനങ്ങൾ വഴി ഉണ്ടാവുന്ന മാഗ്നറ്റിസം. അതിനൊരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാമോ? ഒരു സാധനങ്ങൾ വഴി ഉണ്ടാവുന്ന മാഗ്നറ്റിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാമോ? സാധനങ്ങൾ വഴി ഉണ്ടാവുന്ന മാഗ്നറ്റിസം. മാഗ്നറ്റ്സ്. അതാണ് ഇവിടെ പറയുന്നത്. ബാർ മാഗ്നറ്റ്, കാന്തം, നമ്മൾ കാണുന്ന കാന്തം, അത് മാറ്റർ ആണ്, അതൊരു മെറ്റീരിയൽ ആണ്. അത് മെറ്റീരിയൽ അല്ലേ? അത് സ്റ്റീൽ അല്ലേ? അത് ഇരുമ്പല്ലേ? അയാള് മാഗ്നറ്റിസം ഉണ്ടാക്കൂലേ? അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താ പഠിച്ച നമ്മള്? സ്വാലിയ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചപ്പോ? അതായത് ഒരു സ്ഥലത്ത് അങ്ങനെ പറയണം, ഇത്രയോടെ ക്ലിയർ ആയിട്ട് പറയണം. ഒരു സ്ഥലത്ത് കൂടെ കറണ്ട് ഒഴുകുമ്പോ അതിന് ചുറ്റും മാഗ്നറ്റിസം ഉണ്ടാവും. അങ്ങനെയല്ലേ നമ്മൾ തുടങ്ങിയേ? നിങ്ങൾ നോക്കിയ ചാപ്റ്റർ തുടങ്ങണ പോലെ ബയോട്ട്-സവാർട്ട്സ് ലോ ആദ്യം പറയും, എന്നിട്ട് അത് സർക്കുലർ ലൂപ്പിൽ കൂടെ ഒഴുകുമ്പോൾ അവനുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറയും. അത് ആംബിയർ സർക്യൂട്ട് ലോ എടുത്തിട്ട് സോളിനോയിഡ് ഉണ്ടാക്കണ പറയും, ടോറോയിഡ് ഉണ്ടാക്കണ പറയും. അതാ ഇനി അതിൽ കൂടെ കറണ്ട് ഒഴുകിക്കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന ടോർക്കിനെ കുറിച്ച് പറഞ്ഞു, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ പറഞ്ഞു. അങ്ങനെയാണ് ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പൊ എല്ലാം പറയുന്നത് എന്താണ്? if there is a presence of current, there is a presence of magnetic field around it. അതാണ് ആ ചാപ്റ്ററിൽ മൊത്തം പറഞ്ഞത്. ഇനി നമ്മൾ പറയാം, ഇതൊന്നും വേണ്ട. Even though there is no presence of current, some materials shows magnetism. അപ്പൊ നിങ്ങൾ ഇത് എത്ര പേര് എഴുതി നമ്മൾ ഇതല്ലേ എഴുതണ്ടേ? ഇത് എഴുതാനാണല്ലോ, ഇത് പറയാനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. സാധനം എന്നാ സംഭവം എന്നാ തിരിപ്പിക്കാനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതാണോ പോയിന്റ് എഴുതണ്ടേ? ക്വസ്റ്റ്യൻ ആൻസർ എഴുതണ്ട. ക്വസ്റ്റ്യൻ ആൻസർ ഏതാ പല ടൈപ്പ് വരും. ഒരു ദിവസം കൊണ്ട് പഠിക്കാവുന്നത്, അരമണിക്കൂർ കൊണ്ട് പഠിക്കാവുന്നതൊക്കെ വരാണ്ട് ഇനി. അത് പിന്നെ വരും. ധൈര്യം എഴുതിക്കോ. അപ്പൊ എന്താണ് ആൾക്കാരുണ്ടാക്കുന്നത്? ഈ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിസം. അത് കറണ്ടൊന്നുമില്ലല്ലോ, പക്ഷെ മാഗ്നറ്റിസം ഉണ്ടാവും. ഇത് ആദ്യം ശരിക്കും കണ്ടുപിടിച്ചത് നമ്മൾ കേൾക്കണ എന്താ വെച്ചാൽ ഈ ഏതോ ഒരു ഐലൻഡില്, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല, ചെറിയ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്. ഒരു ഐലൻഡിൽ ഈ ആട്ടിടയന്മാരാണ് ആദ്യമായിട്ട് ഈ സാധനത്തെ കുറിച്ച് കണ്ടുപിടിച്ചത്. ആട്ടിടയന്മാരുണ്ടല്ലോ, ആട്ടിടയന്മാർ ഈ മറ്റേ ആടിനെ മേയ്ക്കാനായിട്ട് കോല് തേയാതിരിക്കാൻ വേണ്ടി അതിന്റെ അടിയിൽ ആടൻ ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ അടിക്കും. ഇരുമ്പ് കൊണ്ട് ഒരു കവറിങ് കൊടുക്കും. അതിങ്ങനെ അവരിങ്ങനെ പാറയുടെ മുകളില് ഈ പാറയുടെ മുകളിൽ അവരിങ്ങനെ ആട് മേയ്ക്കാൻ പോയിട്ട് ഒരു പാറയുടെ മുകളിൽ കോല് വെച്ചിട്ട് ആ കോല് എടുക്കാൻ നേരത്തെ ഒരു അട്രാക്ഷൻ, ആ പാറയുമായിട്ട് ഒരു അട്രാക്ഷൻ. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മാഗ്നറ്റിസം. അതിനാണ് നാച്ചുറൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. നാച്ചുറൽ മാഗ്നറ്റിസം, പ്രകൃതി തന്നെ കാണിക്കുന്ന ഒരു മാഗ്നറ്റിസം. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവർ ഈ മാഗ്നറ്റിസത്തെ കുറിച്ച്, നാച്ചുറൽ മാഗ്നറ്റിസത്തെ കുറിച്ച് ചിന്തിക്കണേ. മറ്റേത് ഈസ്റ്റഡ് അല്ലേ? കറണ്ട് ഒഴുകുമ്പോൾ അതുണ്ടായത് ഈസ്റ്റഡാ കണ്ടുപിടിച്ചത്. ഈസ്റ്റഡ് എക്സ്പെരിമെന്റ് ഇന്ന് നമ്മൾ പറഞ്ഞതാ. ഈസ്റ്റഡ് എക്സ്പെരിമെന്റ് ബയോട്ട്-സവാർട്ട്സ് അതിനെ കുറിച്ച് പഠിച്ചത്. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ പ്രകൃതിയിൽ കാണുകയാണ്. പിന്നെ ഐൻസ്റ്റീൻ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടെന്ന് പറഞ്ഞത്.
ഐൻസ്റ്റീൻ ഇതിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഐൻസ്റ്റീൻ ചെറുപ്പ കാലഘട്ടത്തിൽ എപ്പോഴും കയ്യിൽ ഒരു മാഗ്നറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ചരിത്രങ്ങൾ നമുക്ക് കേൾക്കാം. റൈറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവര് അപ്പൊ ചില സ്ഥലങ്ങളിലെ ചില മെറ്റീരിയലിന് ഈ കല്ലുണ്ടല്ലോ, നമ്മള് ചെറിയ സ്കൂളിൽ കളിക്കുമ്പോൾ കല്ലിങ്ങനെ ശരിക്കും ഉരുമിയിട്ട് നമ്മൾ പിടിക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ട്. അത് ശരിക്കും ഫ്രിക്ഷൻ നമ്മൾ പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അപ്പൊ അങ്ങനെ ഒക്കെ നാച്ചുറൽ ആണല്ലോ. അപ്പൊ അതൊക്കെ എന്താവും ഒരു 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 ചിന്തയായിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെയാണ് ഈ മാഗ്നറ്റിസത്തെ കുറിച്ചും ചിന്ത വന്നത്. പിന്നെ മാഗ്നറ്റുകൾ കണ്ടുപിടിച്ചു, പെർമനന്റ് മാഗ്നറ്റുകൾ കണ്ടുപിടിച്ചു. ചൈനയ്ക്കാണ് ആദ്യമായിട്ട് ഈ മാഗ്നറ്റ് കണ്ടുപിടിച്ചു. കോമ്പസ് നീഡിൽ എന്ന് പറഞ്ഞ ചിന്ത, കോമ്പസ് നീഡിൽ അതിനകത്താണ് വന്നത്. കോമ്പസ് നീഡിൽ എന്ന ചിന്ത അതിനകത്തൊക്കെ വന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ശരിക്ക് മാഗ്നറ്റിന്റെ ഈ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. കോമ്പസ് നീഡിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്താണ് ഒരു ബാർ മാഗ്നറ്റ് ഒരു ടോപ്പിക്ക് തുടക്കം വരെ ഉണ്ട്. അത് നമുക്ക് അത്ര ഡീപ്പായിട്ട് പഠിക്കാനില്ല. പക്ഷെ അതിന് കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് എർത്ത് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിസമാണ്. എർത്ത് മാഗ്നറ്റിസം, അതിനെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ശരിക്കും പഠിക്കുന്നത്. റൈറ്റ്. ശരി, ഞാൻ പറയട്ടെ. ഞാൻ ചോദിക്കുന്നത് കോമ്പസ് നീഡിൽ പറഞ്ഞത് എന്താണ്? കോമ്പസ് നീഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോമ്പസ് നീഡിൽ സച്ചിനെ കോമ്പസ് നീഡിൽ ഇല്ല. കോമ്പസ് നീഡിൽ അങ്ങനെ ക്ലാസ് ഉണ്ട്. കോമ്പസ് നീഡിൽ എന്താ സാധനം? ആരാ പറഞ്ഞത്? കോമ്പസ് നീഡിൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആരാ പറഞ്ഞത്? കോമ്പസ് നീഡിൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? പറഞ്ഞ ഐഷ കോമ്പസ് നീഡിൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഡയറക്ഷൻ അറിയാൻ വേണ്ടിട്ട്. ഐഷ അല്ലേ പറഞ്ഞു. എന്ത് ഡയറക്ഷൻ അറിയാൻ? നോർത്ത് പോളിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിട്ട്. നോർത്ത് പോളിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി. ശരി, ഐഷഹാന, ഞാൻ ഐഷഹാനെ ചോദിച്ചായിരുന്നു. ഐഷഹാന, എന്താ ഈ ഐറ്റം, എന്തായിരിക്കും മോളെ ഇതിനകത്ത് പരിപാടി? എങ്ങനെ ഇവൻ നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ അറിയണം? അതിന്റെ ഉള്ളിലുള്ള നീഡില് മാഗ്നറ്റ്. അബ്സല്യൂട്ട്ലി. അതിന്റെ ഉള്ളിലുള്ള നീഡിൽ ഒരു മാഗ്നറ്റ് ആണ്. അതെ, നോക്കിയാൽ നിങ്ങൾ, ഇതാണ് കോമ്പസിലെ ഏറ്റവും ചെറിയൊരു സാധനം. ഇതാണ് കോമ്പസിലെ ഏറ്റവും ചെറിയ സാധനം. റൈറ്റ്. ഇതൊരു നീഡിലാണ്. എന്താ ഇതിങ്ങനെ നമ്മൾ കറക്കിട്ടൊക്കെ വെച്ചാണ്ടാ ഇങ്ങനെ കറങ്ങി വന്ന് നിൽക്കുന്ന സാധനം. ഇതൊരു കോമ്പസ് നീഡിലാണ്. അബ്സല്യൂട്ട്ലി ശരി. ഈ കോമ്പസ് നീഡിലിന്റെ ഉള്ളിലുള്ളത് ഒരു മാഗ്നറ്റ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് എന്തുകൊണ്ടാ കറങ്ങണേന്ന് ചോദിച്ചാൽ അതിങ്ങനെ കറങ്ങും. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഉള്ളില് ഇങ്ങനെ ഒരു കോമ്പസ് നീഡില് അതിന്റെ ഉള്ളില് ഈ ആക്സിസ് ഉണ്ട്, ഒരു സൂചി പോലെ. അവിടെയാണ് എന്ത് നിൽക്കണേ? ഇങ്ങനെ കോമ്പസ് നിൽക്കും. ഇതൊരു മാഗ്നറ്റ് ആണ്. ഇതൊരു മാഗ്നറ്റാ, ചെറിയ മാഗ്നറ്റാ, വളരെ കനം കുറഞ്ഞൊരു മാഗ്നറ്റിസം കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അത് പൈവോട്ട് ചെയ്യാന്ന് പറഞ്ഞ പൈവോട്ട് എന്ന് പറഞ്ഞ പൈവോട്ട് എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ കുത്തിങ്ങ് നിർത്ത്. PIVOTE ആ വാക്ക് വേണം കേട്ടോ. പൈവോട്ട് ചെയ്യാന്ന് പറയും. പൈവോട്ട് വേണമെന്ന് എനിക്ക് ഞാൻ ഓർക്കണില്ല. ഒരു ലെറ്റർ ആണല്ലോ, ടി മതിയോ എന്നുള്ള ഓർക്കണില്ല. പൈവോട്ട് ചെയ്യാന്ന് പറഞ്ഞത് അതിനെ കുത്തി നിർത്തുക. ഇങ്ങനെ കുത്തി നിർത്തണേ പൈവോട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആക്സിസ്, നിങ്ങൾ വാക്ക് ശരിക്കും ശ്രദ്ധിച്ചോളൂ. കോമ്പസ് നീഡിലെ ആക്സിസ് ഇങ്ങനെ നിൽക്കുന്നത്, ആ പൈവോട്ട് ചെയ്യുന്ന ആക്സിസ് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ആക്സിസ് എങ്ങനെയാന്ന് വെച്ചാൽ ഇവന്റെ വെർട്ടിക്കലി എന്ന് പറയുമോ അതോ ഹൊറിസോണ്ടലി എന്ന് പറയുമോ? ആക്സിസ് നിൽക്കുന്നത് വെർട്ടിക്കലി എന്ന് പറയുമോ ഹൊറിസോണ്ടലോ? സോയിലെ ഇങ്ങനെ നിൽക്കുമ്പോ ആക്സിസ് ഇങ്ങനെ നിൽക്കുമ്പോ വെർട്ടിക്കലി ആണോ ഹൊറിസോണ്ടലി ആണോ ആക്സിസ് നിൽക്കുന്നത്? വെർട്ടിക്കലിയാണ് ആക്സിസ് നിൽക്കുന്നത്, കുത്തൻ. അപ്പൊ ആക്സിസ് വെർട്ടിക്കൽ ആക്സിസ്. എന്നിട്ട് അവൻ എങ്ങനെ കറങ്ങും? ഈ കോമ്പസ് നീഡിൽ എങ്ങനെ കറങ്ങണേ? കോമ്പസ് നീഡിൽ ഹൊറിസോണ്ടൽ ആയിട്ട് കറങ്ങും. മൂവ്മെന്റ് എങ്ങനെയാ? ഹൊറിസോണ്ടൽ. അത് കൊച്ചാണ്. മൂവ്മെന്റ് എങ്ങനെയാ? ഹൊറിസോണ്ടൽ. ഇതിക്ക് വാക്കുകൾ ഇനി വരും കേട്ടോ. ഭാവിയിൽ പ്രശ്നം ഉണ്ടാകുന്ന ഞാൻ ഇപ്പൊ പറയണേ. ഞാനിപ്പോ സമയം പോകാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. ഇത് പ്രശ്നം ഉണ്ടാകും ഭാവിയിൽ. അപ്പൊ അറിയില്ല എന്ന് അപ്പൊ പറയുന്നത്. ഡൗട്ടുകൾ ഇപ്പൊ വരണം കേട്ടോ. അപ്പൊ ഈ കോമ്പസ് നീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യും. ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് ആക്സിസ്. ഇങ്ങനെ ഇവിടെ കറങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനെ കറങ്ങാൻ പറ്റുമോ? ഇങ്ങനെ കറങ്ങാൻ പറ്റില്ല. ഈ ആക്സിസ് ഇങ്ങനെയാണ്, ഇങ്ങനെ കറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ കറങ്ങണമെങ്കിൽ ഇവന്റെ എന്താ ആക്സിസ് വേണം? ആക്സിസ് ഇങ്ങനെ വേണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ?
ആക്സിസ് ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ കറങ്ങാൻ പറ്റും? ഇങ്ങനെ കറങ്ങാം. ഇവിടെ ഇങ്ങനെ കറങ്ങാം. ഇങ്ങനെ കറങ്ങിപ്പോ ഇങ്ങനെ എല്ലാ സ്ഥലവും കാണിക്കാം. അപ്പൊ ആക്സിസ് എങ്ങനെയായിരിക്കും? ഇങ്ങനത്തെ ആക്സിസ് ആയിരിക്കും. ഈ ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. അപ്പൊ പൈവോട്ടഡ് ഹൊറിസോണ്ടൽ എന്ന് പറയും. അങ്ങനെയാണ്. ഇത് പൈവോട്ടഡ് വെർട്ടിക്കലി എന്ന് പറയും. ഇങ്ങനെ. അപ്പൊ ഇവൻ എങ്ങനെ കറങ്ങാം? ഇങ്ങനെ കറങ്ങാം. ഈ എല്ലാ സ്ഥലത്തും കറങ്ങാം. അപ്പൊ പ്ലെയിൻ അവന്റെ ഇങ്ങനെയാണ്, ഇങ്ങനെ കറങ്ങും. ഇതാണ് ആ സൂചിയെങ്കിൽ ഇങ്ങനെ കറങ്ങും. റൈറ്റ്? ഇങ്ങനെ എല്ലാ സ്ഥലത്തും കറങ്ങാം. ഇതാണ് വെർട്ടിക്കലി പൈവോട്ടഡ്. ഇതാണ് നമ്മുടെ കോമ്പസ് വരുന്ന സാധനം. ഇങ്ങനെയാണ് വേണമെങ്കിൽ കറങ്ങാം. എപ്പൊ നിങ്ങൾ വെക്കണം? ആക്സിസ് ഇങ്ങനെ വെക്കും. ഹൊറിസോണ്ടലി പൈവോട്ട് ചെയ്യും. അപ്പൊ അവൻ ഇങ്ങനെ കറങ്ങാം. അല്ലെങ്കിൽ കോമ്പസ് ഇങ്ങനെ പിടിച്ചു നോക്കി, ഇങ്ങനെ പിടിച്ചു നോക്കി. കണ്ടാ? ഇങ്ങനെ പിടിക്കുമ്പോ എങ്ങനെ കറങ്ങണേ അവൻ? ഇപ്പൊ ഇവന്റെ ആക്സിസ് എങ്ങനെ നിൽക്കണേ? കണ്ടാ? ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ കറങ്ങും. റൈറ്റ്? കണ്ടാ? കണ്ടാ? ഞാൻ പറഞ്ഞ ക്ലിയർ ഐഡിയ ക്ലിയർ? അപ്പൊ കോമ്പസ് നീഡിൽ എന്താണെന്ന് മനസ്സിലായി. നമ്മുടെ കോമ്പസ് നീഡിൽ എങ്ങനെയാണെന്ന് ക്ലിയർ ആയി. ശരി, ഇനി ഞാൻ പറയുന്നത് കോമ്പസ് നീഡിൽ കറങ്ങാനുള്ള കാരണം നുസ്രിനെ കോമ്പസ് നീഡിൽ ഇങ്ങനെ കറങ്ങാനുള്ള കാരണം ശരിയാണ്. കോമ്പസ് നീഡിൽ മാഗ്നറ്റ് ആണ്. അവനിങ്ങനെ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് അവനിങ്ങനെ കറങ്ങാനുള്ള കാരണം അകത്തൊരു ഫോഴ്സ് ഉണ്ടാവുന്നോണ്ടാണോ? അതെ, അതിനകത്തൊരു ഫോഴ്സ് ഉണ്ടാവും. അതിനകത്തൊരു ഫോഴ്സ് അല്ല, കറങ്ങുമ്പോ ഫോഴ്സ് എന്നല്ല പറഞ്ഞേ. എന്താ പറഞ്ഞേ? കറങ്ങണേന് ടോർക്ക് ഉണ്ടാവും. ഈ ടോർക്ക് ഉണ്ടാവും കാരണം പോലെന്ന് പറയാമോ? ഒരാളോട് ചോദിച്ചു ബാക്കിയുള്ളവർ ആൻസർ ചെയ്തോ? എങ്ങനെ? അത് ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ഓൾറെഡി മാഗ്നറ്റ് ആയതുകൊണ്ട് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ. അത് മാഗ്നറ്റ് ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പിന്നെ അപ്പൊ അന്നത്ത് തന്നെ വെച്ചിട്ട് വേറൊരു സാധനം കൂടെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് അത് പിന്നെയും ശരിയാ. അത് മോള് പറഞ്ഞത് വേറൊരു മാഗ്നറ്റ് പുറത്തുനിന്ന് കൊടുത്താൽ കറങ്ങും. വേറൊരു മാഗ്നറ്റ് വേണ്ട, ചുമ്മാ ഭൂമിയിൽ വെച്ചാൽ കറങ്ങും. മാഗ്നറ്റ് ചുമ്മാ ഇരുന്നാലും കറങ്ങും എന്നാണ് സാർ ഉദ്ദേശിക്കണേ? അതെ. ഈ കോമ്പസ് നീഡിൽ വെറുതെ നമ്മളിങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ കറങ്ങി ഒരു സ്ഥലത്തേക്ക് മതി, നോർത്തിലേക്ക് ഇങ്ങനെ നിൽക്കും. അറിയില്ല സാർ. ഞാൻ പറയാം, കുഴപ്പമില്ല. റുബി എർത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ടാണ്. അതാണ് ചിലപ്പോ പോയിന്റ് വിട്ടുപോണേ പുള്ളിത്. അതായത് എർത്ത് ആക്ട് ആസ് എ മാഗ്നറ്റ്. എർത്തിന് എന്തുണ്ട്? ഒരു മാഗ്നറ്റ്. എർത്ത് ആരാണ്? ഒരു മാഗ്നറ്റ് ആണ്. അപ്പോ ആ മാഗ്നറ്റിന്റെ ഫീൽഡിലേക്ക് നമ്മളൊരു പുതിയ മാഗ്നറ്റിനെ കൊണ്ടുപോ കാണും. ഏത് ഫോമുലയാണ് നമുക്ക്? അപ്പൊ നിങ്ങൾ എഴുതുന്നല്ലോ. ചിലവരിപ്പോഴും കേട്ടിരിക്കാട്ടോ. കേട്ടിരിക്കാൻ ഞാൻ കാണണം. തലക്ക് കൈ കൊടുത്ത് കേട്ട് അങ്ങനെ കേട്ടിരിക്കാന്നേ അതിനകത്തുള്ളേ. കേട്ടിരിക്കാന്ന് പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന പോയിന്റുകളല്ലേ, കൃത്യമായി എഴുതുമല്ലേ. നോട്ട് തന്നെ നമുക്കിവിടെ കാണണം. അലിമോനെ ടെക്സ്റ്റ് ബുക്ക് നീ അങ്ങ് അടച്ചു വെച്ചോ. അലിമോനെ, ഞാൻ പഠിപ്പിക്കുന്നത് ശരിയാണോ എന്ന് നീ ചെക്ക് ചെയ്യണ്ടടാ. അതിനുള്ള ആയിട്ടില്ല. ഞാൻ പറയാം, അതാവുമ്പോ ഞാൻ പറയാം. നീ അന്ന് ചെക്ക് ചെയ്താൽ മതി. നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതിയെടുത്താൽ മതി കേട്ടോ. ശരി, ഞാൻ പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നീ നീറ്റാക്കി എഴുത്. അപ്പോ എന്തായി? ഞാൻ പറഞ്ഞു വന്നത് എർത്ത് ഒരു മൊത്തത്തിലൊരു മാഗ്നറ്റ് ആണ്. അപ്പൊ ആ മാഗ്നറ്റിലേക്ക് നമ്മൾ പുതിയൊരു മാഗ്നറ്റ്, കോമ്പസ് എഴുതുന്ന മാഗ്നറ്റിനെ കൊണ്ട് അവൻ കറങ്ങും. ആർക്കെങ്കിലും പറയാവോ കറങ്ങാൻ ഉപയോഗിക്കുന്ന ഫോമുല? ആർക്കെങ്കിലും പറയാവോ? ഇവൻ കറങ്ങാൻ ഉപയോഗിക്കുന്ന ഫോമുല? ഒന്ന് പറഞ്ഞേ ആഫിയെ. എന്തായിരിക്കും ആഫിയെ? എപ്പോഴും ഞാൻ സലാമത്തിനോട് ചോദിക്കില്ല കേട്ടോ. യു ആർ ഓൾവേസ് ഹിയർ, ഐ നോ ദാറ്റ്. അത് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ കോയിൽ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമുല തന്നെയല്ലേ? ആയതാ ഫോർമുല നമ്മുടെ? ടോ ഈസ് ഈക്വൽ ടു IAB അല്ലെങ്കിൽ NIAB. അതെ, NIAB കറക്റ്റ് ആണ്. അതിന് മാറ്റി NIAB. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മോളെ, ഇതിനകത്ത് ഈ ബി ആരാ? ഞാൻ ശരിയാക്കണേ കേട്ടോ. ഞാൻ പറഞ്ഞു ക്ലിയർ ആക്കണേ. എല്ലാവരും കേട്ടോട്ടോ. ഞാൻ എന്റെ എക്സ്പ്ലനേഷൻ ആഫി മോള് വഴി ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കേട്ടോളൂ, ആവശ്യമില്ല എഴുതിക്കോളാം. ഈ ബി ആരാ? എർത്തിന്റെ മാഗ്നറ്റ് ആണോ? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എർത്ത് ആണ്. അപ്പൊ ഈ NIA ആരാ? മാഗ്നറ്റിക് മൊമെന്റ്. അതെ, മാഗ്നറ്റിക് മൊമെന്റ്. ശരി,
അപ്പൊ ഇതിനകത്ത് ഐ ഉണ്ടോ, കറണ്ട് ഉണ്ടോ, ഏരിയ ഉണ്ടോ, നമ്പർ ഓഫ് ടേൺസ് ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. എന്നാൽ അത് പറഞ്ഞ അബ്സല്യൂട്ട്ലി റൈറ്റ്. അപ്പൊ സലാഹുദ്ദീനെ എങ്ങനെയാണ് തിരുത്താമെന്ന് ക്ലിയർ ആക്കാം? സർ എം ക്രോസ് ബി എന്ന് എഴുതാം. എം ഇത് എം ബി എന്ന് എഴുതാണ്, അതായത് എം ക്രോസ് ബി എന്ന് എഴുതാൻ. ആയിക്കോട്ടെ, നീ പറഞ്ഞോണ്ട് എഴുതാം. ശരി, ഇനി പറ. മാഗ്നറ്റിന്റെ ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാൻ വേറെ ഫോർമുല എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ച, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചത്. അത് എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു, കേട്ടോട്ടോ. ഞാൻ അതാണ് അപ്പൊ സൂചിപ്പിക്കുന്നത്. അതായത് NIA എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാഗ്നറ്റിക് മൊമെന്റാ. ആരുടെ? നമ്മുടെ കോയിലിന്റെ മാഗ്നറ്റിക് മൊമെന്റ്. അപ്പൊ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, മാഗ്നറ്റിസം കാണിക്കാനുള്ള കപ്പാസിറ്റിയാണ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞത്. അത് കോയിലാകുമ്പോ യു ഹാവ് ഗോട്ട് എ ഫോർമുല NIA. കോയിൽ അല്ലെങ്കിലും സാധാ മാഗ്നറ്റിനും ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ മാഗ്നറ്റിക് മൊമെന്റ്. അവർ സ്വന്തമായ ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. എല്ലാ ബാർ മാഗ്നറ്റുകൾക്കും നിങ്ങളുടെ കയ്യിലുള്ള കാന്തം, നിങ്ങളുടെ സ്പീക്കറിന്റെ പുറകിലിരിക്കുന്ന കാന്തം, നിങ്ങൾ കളിക്കുന്ന ചെറിയ കാന്തം, എല്ലാവർക്കും എന്തുണ്ട്? അവന്റേതായ ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. അതിന്റെ ഫോർമുല NIA അല്ല. കാരണം അസംസിയസേ നീ എഴുതണില്ല. ഞാനിവിടെ നോട്ട് ബുക്ക് പോയി സാധനം കാണണം. അല്ല നീ ഇത് എനിക്ക് മനസ്സിലാവുന്നത് ഒരു കുന്തോ നിനക്ക് മനസ്സിലാവുന്നത് ഇന്ന് രാവിലെ ചോദിക്കുമ്പോൾ നിനക്ക് പറയാൻ പറ്റുന്നില്ല. അത് എഴുതാൻ പറ്റില്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കണ്ട. നീ ആളും എടുക്കണം, എനിക്കറിയാം. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെ ക്ലാസ് നിങ്ങൾ അതിന് കേട്ടോണ്ടിരിക്കുക ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ കൃത്യമായി ഓരോ പറയുന്ന പോയിന്റിൽ എഴുതാൻ എനിക്ക് കാണണം. മനസ്സിലാവേണ്ട സമയേ. അത് എഴുതട്ടെ. ശരി, അടിമ എഴുതട്ടെ. അല്ലാതെ ക്ലാസ്സിലൊന്നും ഇരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ പേരൻസ് പൈസ തന്നിട്ട് ഞാൻ നിങ്ങൾ ക്ലാസ് കൊണ്ടിരുത്തുക, അങ്ങനെ ഇരുത്തുമില്ല കേട്ടോ. ശരി, അപ്പോ എന്താ ഞാൻ പറഞ്ഞേ, എം മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. ആർക്ക്? എല്ലാവർക്കും ഉണ്ട്. ബാർ മാഗ്നറ്റിന് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. അതിന്റെ ഫോർമുല NIA ആവില്ല, കാരണം അതിവിടെ കറണ്ട് കൊടുക്കണില്ല, അതിന് നമ്പർ ഓഫ് ടേൺസ് ഇല്ല, അവര് ഏരിയ ഇല്ല. പക്ഷെ അതിന് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. ബിക്കോസ് ഇറ്റ് ഷോസ് സം മാഗ്നറ്റിസം, സോ ഇറ്റ് ഷുഡ് ഹാവ് സം മാഗ്നറ്റിക് മൊമെന്റ്. മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. അതാണ് എം. അപ്പൊ എം ആരുടെയാ? ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദി ബാർ മാഗ്നറ്റ് ഓർ ദ മാഗ്നറ്റ് ഓർ ദ കോമ്പസ് നീഡിൽ. കോമ്പസ് നീഡിൽ മാഗ്നറ്റ് ആണെന്ന് പറഞ്ഞില്ലേ? അയാളുടെ കോമ്പസ് നീഡിലിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ആണ് എം. ഡിയോ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ സാധാ കേസിൽ ഇത് എല്ലാ കേസിലും വരും. ഇപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് ഒരു മാഗ്നറ്റ് വെച്ച് നോക്കിക്കോ. നേരത്തെ മറ്റേ ന്യൂസിലും പറഞ്ഞ പോലെ നിങ്ങൾ പുറത്തുനിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിതാവും. ഇയാളാവും പുറത്തുനിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ്. നേരത്തെ മാഗ്നറ്റിക് ഫീൽഡ് അപ്പോഴും അവിടെ ഉണ്ടാവും. എന്നിട്ട് അത് വെച്ചിട്ട് ഇവൻ കറങ്ങും. ഒരു മാഗ്നറ്റ് അടുത്തേക്ക് കൊടുത്തു നോക്കി, കോമ്പസ് ഫീൽഡ് കറങ്ങും. അപ്പൊ ആരാ? ബി. അത് നിങ്ങൾ കൊണ്ടുവരണ മാഗ്നറ്റിക് ഫീൽഡ്. എം ആരാ? അവന്റെ സ്വന്തം മാഗ്നറ്റിക് ഫീൽഡ്. കോമ്പസ് ഫീൽഡിന് ഓരോ കോമ്പസ് ഫീൽഡിന് ഓരോന്നാണ്. ഓരോ ബാർ മാഗ്നറ്റിനും വേറെയാണ്. സ്പീക്കറിന്റെ പുറകിലേക്ക് മാഗ്നറ്റ് വേറെയാണ്. അവനൊരു ഫോർമുലയൊക്കെ ഉണ്ട്. P/2L എന്നൊക്കെ പറഞ്ഞോളൂ. അങ്ങോട്ട് നമ്മൾ പോണില്ല എന്നുള്ളൂ. ബാർ മാഗ്നറ്റിന്റെ എം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇത് ബാർ മാഗ്നറ്റ് ആണെന്ന് കൂട്ടിക്കോ, നോർത്തും സൗത്തും ഉള്ള. ഇതിന്റെ എം കണ്ടുപിടിക്കാനുള്ള ഫോർമുല P/2L. P/2L എന്നാണ്. ഡൈപോൾ പഠിച്ച പോലെ, ഡൈപോൾ. ശരിക്കും ഞാൻ വാക്കോടെ പറഞ്ഞതല്ല, അത് എൻട്രൻസിന് പോണവർക്കും കൂടുതൽ പഠിക്കുന്നവർക്കും ആവശ്യമുള്ളത്. ഇത് നോക്കിയേ, ഈ ബാർ മാഗ്നറ്റ് നോർത്തും സൗത്തും ഉണ്ട്. ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്. അതായത് ഒരു പോള്, ഇത് വേറെ പോള് ഉണ്ടാ. രണ്ട് പോളാ, നോർത്ത് പോളും സൗത്ത് പോളും. ഇതിന് ഡൈപോൾ എന്ന് വിളിക്കാം. ഡൈപോൾ, രണ്ട് പോൾ. ഡൈപോൾ. ഞാൻ റിലേറ്റ് ചെയ്ത് തരാം ഇക്വേഷൻ. വായിക്കുന്നുണ്ട്. മുഹമ്മദ് ഫായിസെ ഇടക്കിടക്ക് ക്യാമറ ഓഫ് ആവുന്നവനെ. പറഞ്ഞോ. ശരി, അല്ല ഈ ഓഫ് ആവണേ അത് ഇതൊക്കെ ചെയ്ത് വേണ്ടി ചാർജ് കുത്തിടാൻ പോകാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാ പറഞ്ഞു. അപ്പൊ ബാർ മാഗ്നറ്റിന്റെ അപ്പുറം ഇപ്പറേ രണ്ട് പോളുകളുണ്ട്. അതുകൊണ്ട് അതിനെ ഡൈപോൾ എന്ന് വിളിക്കാമല്ലോ. പണ്ട് നമ്മൾ ഡൈപോൾ പഠിച്ചിട്ടുണ്ടല്ലോ, 10 വയസ്സുമായി. പണ്ട് നമ്മൾ ഡൈപോൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതെങ്ങനെയാ ഓർക്കണ്ട? അതുവാ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോൾ അല്ലേ? അല്ല, സാധാരണ ഡൈപോൾ എന്തായിരുന്നു പുസ്തകം? ഒരു ഡൈപോൾ എന്നൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു +Q, ഒരു -Q. അതിന്റെ നീളം ഓർക്കണ്ടോ? ഡിസ്റ്റൻസ് എത്രയാണ് എടുത്തത്? 6.
2A ഓർക്കണ്ട? മറന്നു. അല്ല, മറന്നു കുഴപ്പമില്ല. എൻ്റെ അമ്മയെ മറന്നു എന്ന് പറയാനൊന്നുമില്ല. മറന്നു, എല്ലാവരും മറന്നു. എൻ്റെ അമ്മയെ അയ്യോ മറന്നുപോയി അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ഓർക്കുന്നുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാധാരണയാണ് എല്ലാം മറന്നു പോകുന്നത്. അതെല്ലാം അങ്ങനെ ഓർത്തിരുന്നാൽ പിന്നെ എങ്ങനെ ശരിയാവണം? എത്ര നാളെ പഠിച്ചിട്ട് ഇത് മറന്നു പോകും. Some connection is there, right? There's some connection. Dipole, electric dipole, two charges, two equal and opposite charges, separated by a distance 2a, right? That is called a dipole. ഇതിലൊരു ഡൈപോൾ മൊമെന്റ് കൊണ്ട് പഠിക്കുന്നുണ്ട്. ഡൈപോൾ മൊമെന്റ് അനഘ ഓർക്കണ്ടോ? പണ്ടൊരു ഡൈപോൾ മൊമെന്റ് പഠിക്കുന്നുണ്ട്. അനഘ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നവർക്ക് കൈ പൊക്കുക. ഡൈപോൾ മൊമെന്റ്, പണ്ടൊരു ഡൈപോൾ മൊമെന്റ് പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ. ഓർക്കണ്ടോ അനഘ? അനഘ ഹലോ ഉണ്ടോ സാർ? ഓർക്കണ്ടോ? ഇല്ല. ഇല്ല. നന്ദി. പല സ്ഥലം P is equal to 2AQ. അങ്ങനെ P is equal to Q into 2A. ഇങ്ങനെ പറയാനല്ലേ? ഇങ്ങനെ പഠിക്കട്ടെ. നല്ല സ്ഥലം മറ്റേനേക്കാ Q into 2A. നിങ്ങളൊന്ന് മറിച്ചു നോക്കട്ടോ. ആൽവിനെ ഇത് ഉണ്ടോന്ന് പറയുമ്പോൾ ബാക്കിലേക്കൊക്കെ ഒന്ന് മറിച്ചു നോക്കിയിട്ട് ഇല്ലാന്ന് പറഞ്ഞ് ആരെങ്കിലും പറയട്ടെ എന്ന് ഓർത്തിരിക്കരുത്. ആരെങ്കിലും തിന്നട്ടെ. ഞാനിവിടെ ഇരിക്കാമെന്ന് നമ്മൾ ഓർക്കൂല്ലോ. നല്ല ഭക്ഷണം കണ്ട നമ്മൾ തന്നെ തിന്നില്ലേ? അതേപോലെ നമ്മൾ തന്നെ മറിച്ചു നോക്കണം. നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്യും. അവൻ തിന്നട്ടെ. കല്യാണത്തിന് പോയിട്ട് നമ്മൾ മാറിക്കുവോ? അവൻ തിന്നെ നോക്കിക്കുവോ? ഇല്ല. അത് തന്നെ സംഭവം. അത് തന്നെ. അപ്പൊ Q into 2A. Q എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? ഇവിടുത്തെ ചാർജ്, ഒരു ചാർജ്. 2A എന്താണ്? ദൂരം. ഇതിലാണ് എന്ത് പറയുന്നത്? ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചതാ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അതേപോലെയാണ് ഞാൻ ഈ പറഞ്ഞു തന്നെ, ഓർക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞു തന്നെ. അപ്പോ അവിടെ ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഇത് 1 മാർക്ക് ചോദ്യ. മാഗ്നറ്റിക് ഡൈപോൾ ആണ് നമ്മുടെ ആള്. അവിടെ ഇലക്ട്രിക് ഡൈപോൾ ആണ്. മാഗ്നറ്റിക് ഡൈപോളിന്റെ പേരാണ്. എന്ത് പേരിട്ട് വിളിക്കാന്ന് അമാനെ ഞാനിപ്പോ പറഞ്ഞേ. അമാൻ മുഹമ്മദ്. അമാൻ മുഹമ്മദ്. പറ. മാഗ്നറ്റിക് ഡൈപോൾ എന്ത് ഏതാ പോലെ? നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് വിളിക്കുന്ന എന്താ ഐറ്റം? ശരിക്കും എന്താ സാധനം? അത് ഒരു ബാർ മാഗ്നറ്റ് ആണ്. അതാ വേണ്ടേ? എന്റെ ചോദ്യം നിനക്ക് ക്ലിയർ ആയില്ല. എന്റെ ചോദ്യത്തിന്റെ കുഴപ്പം ബാർ മാഗ്നറ്റ് ആണ്. അപ്പൊ ഒരു മാഗ്നറ്റ് ഡൈപോൾ എന്നിട്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ബാർ മാഗ്നറ്റ്, റൈറ്റ്? ഈ ബോധം അവിടെ ഉണ്ടാവട്ടെ. ഞാൻ ഇത് പറയണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ, ഈ ബോധം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എന്താവും? നിങ്ങളുടെ കോൺഫിഡൻസ് ചോർന്നു പോകും. ഉറപ്പ്. ഷണ്ഡന്മാരായി പുറത്തേക്ക് വരും. ഷണ്ഡന്മാർ. പറഞ്ഞു. ഹലോ ആകെ ചോദിച്ചുകൊണ്ടിരുന്നൊരു മെഹബൂബയാണ്. റേഞ്ചും പ്രശ്നം. പോയാ മെഹബൂബ? ഹലോ എന്ന് പറഞ്ഞിട്ട് പോയാ മെഹബൂബ? ഹലോ. ആകെ പ്രതീക്ഷയുള്ള മെഹബൂബേനൊക്കെയാണ്. ഇതെന്തെങ്കിലും ചോദിക്കാൻ ഒരാള് വേണമല്ലോ. ഞാൻ ഒരു കേസ് പറയട്ടെ. ഞാൻ ഇടക്കിടക്ക് എനിക്ക് പഠിപ്പിക്കുന്നേക്കാൾ കൂടുതൽ എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. എനിക്ക് അത്ര സങ്കടം ഉള്ളിലുണ്ട്. അതുകൊണ്ടായി പറയണേ. പഠിപ്പിക്കുന്നേക്കാൾ കൂടുതൽ ഞാനിത് പറഞ്ഞതുകൊണ്ടാ. അപ്പോൾ ആയിഷ അങ്ങോട്ട് നോക്കി വാ വിളിച്ചിരിക്കും. ആയിഷ വാപ്പാനുമ്മാനൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. വാപ്പാനുമ്മാനെ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി. എന്നെ ആകെ 1.5 മണിക്കൂറേ കാണുള്ളൂ. ആ സമയത്ത് ആ വാപ്പാനുമ്മാനെ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി. ശരി കേട്ടോ, ഞാൻ പറഞ്ഞ കേട്ടോ, ശ്രദ്ധിച്ചോ. അതായത് എന്ത് പറയാമെന്നാണോ മറന്നു വരുമല്ലോ. എപ്പോഴാണ് വേറെ സംഭവം മെഹബൂബ ചോദിക്കുന്നത്. ഞാൻ പറയാൻ വന്നതെന്ന് അറിയാം. കേട്ടോ, ഞാൻ പറയാൻ വന്നത് സമൂഹത്തിലെ, അതായത് ഇപ്പൊ ഒരാള് നമ്മുടെ കൂട്ടത്തില്, നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു. ഒരു ഭായി നമ്മുടെ നാട്ടിൽ മരിച്ചു. ആരുമില്ല, പുറത്തുനിന്ന് പണിയെടുക്കാൻ വന്ന ഒരാളാണ്. ആരുമില്ല, ഫാമിലി ആരുമില്ല. ആളിവിടെ മരിച്ച് നമ്മൾ കാണണം, മരിച്ചു കിടക്കണം. അപ്പൊ ഒരു നാടിന്, അതായത് നാട്ടുകാർക്കൊരു ബാധ്യതയുണ്ട്. എന്താ പറയാ, അതിനെ നല്ല രീതിയിൽ മറവ് ചെയ്യാനുള്ള ഒരു ബാധ്യത നാട്ടുകാർക്കാന്ന് പറഞ്ഞാൽ
എല്ലാവർക്കും ഉണ്ട്. ആ സമൂഹത്തിലെ അത് ആരൊക്കെ ആ ചുറ്റുവട്ടത്തുണ്ടോ അവരുടെ ഒരു ബാധ്യതയാണ് എന്ത്, ആ ഭായിനെ അല്ലെങ്കിൽ ആ ബോഡിയെ കൃത്യസമയത്ത് മറവ് ചെയ്യാൻ. അത് അപ്പൊ ഞാനുണ്ടെന്ന് കൂട്ടിക്കോ, ഞാൻ എന്റെ ചുറ്റുവട്ടത്താന്ന് കൂട്ടിക്കോ, ഞാൻ അതിനകത്ത് ബാധ്യതയാണ്, എന്റെ ബാധ്യതയോടെയാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പൊ ഞാൻ രാവിലെ പോണ വഴിക്ക് ഇത് കാണുകയാണ്. അപ്പൊ ഞാൻ എന്റെ സമയത്ത് വർക്കായിട്ട് പോണു, മറ്റാൾ വർക്കായിട്ട് പോണു. അപ്പൊ ആരും അത് ചെയ്യണില്ലാതെ അവിടെ കിടന്നാൽ, ആ ഭായിയുടെ ശരീരം അവിടെ കിടന്നാൽ എല്ലാവരും കുറ്റക്കാരാണ്. എല്ലാവരും അതിനകത്ത് എല്ലാവരും കുറ്റക്കാരാണ്. അത് ആരൊക്കെ ചുറ്റുവട്ടത്തുണ്ടോ എല്ലാവരും അതിനകത്ത് ആൻസർ പറയേണ്ടതായിട്ട് എവിടെ ശരിയായ കോടതിയിൽ, ദൈവത്തിന്റെ ശരിയായ കോടതിയിൽ എല്ലാവരും ആൻസർ പറയും. ഒരാൾ ചെയ്ത് കൂട്ടിക്കോ. ഞാനതിങ്ങനെ പോണ വഴി അത് കണ്ടു. അപ്പൊ നോക്കിയപ്പോ നമ്മുടെ വീടിന്റെ അടുത്ത ആൾക്കാർ അത് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ബാധ്യതയില്ല, പിന്നെ നമുക്ക് പോവാം, ഒരു പ്രശ്നമില്ല, കാരണം നമ്മുടെ ബാധ്യത ഒഴിവായി. പക്ഷെ ആരും ചെയ്യാതെ കിടന്നാൽ എല്ലാവരും അതിനകത്ത് കുറ്റക്കാരാണ്. ഇതുപോലെ ക്ലാസ്സിലൊരു സാധനം പഠിപ്പിക്കുമ്പോ ആ പഠിപ്പിക്കുന്നതിൽ ഡൗട്ട്, ഒരുപാട് ഡൗട്ട് വരും. ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെടും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആരെങ്കിലും ഒരു 1-2 പേരെ ക്ലാസ്സിൽ നല്ല പിള്ളേരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടും. അതാ ഞാൻ പറഞ്ഞ മെഹബൂബനെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താവും, എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും ചോദിക്കാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കുറ്റക്കാരാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും, ഭവിഷ്യത്തുണ്ടാവും. ആരെങ്കിലും 1-2 പേരെങ്കിലും മിനിമം വേണം. ഏത് ചില നല്ല സമൂഹം ഉണ്ടാവും, എല്ലാവരും അതിന് ഫ്രണ്ടിൽ നിന്നും. അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഞാൻ ഇപ്പൊ പ്രതീക്ഷിക്കുന്നില്ല. അതവിടെ കേട്ടെ, ആരെങ്കിലും വേണമായിരുന്നു ഈ കാര്യങ്ങൾ മുന്നിട്ട് ചെയ്യാൻ. പറഞ്ഞ മെഹബൂബ ഇനി പറഞ്ഞത് അങ്ങനെ. അപ്പൊ മെഹബൂബ ഇടയ്ക്ക് പോവും ചെയ്യും കേട്ടോ. ഞാൻ ഈ ഉപദേശമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മെഹബൂബ ലെഫ്റ്റ് ആയി. മെഹബൂബ റേഞ്ച് അത്ര വന്നു. പറഞ്ഞോ വന്നു. ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ പി ഇല്ലേ, പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a, ബാർ മാഗ്നറ്റിന്റെ എം ഈക്വൽ ടു പി ഇൻറ്റു 2a. അവിടെ പി എന്ന് പറഞ്ഞത് ഇലക്ട്രിക്കിന്റെ ഡൈപോൾ. ആ ഒരു മിനിമാണ് അത്. കേൾക്കുമ്പോൾ തന്നെ ഇതെന്താ ഈ പി ഇവിടെ വന്നേന്നുള്ള ചിന്ത വേണമല്ലോ. കേട്ടോ, ഞാൻ പറഞ്ഞ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിൽ ക്യൂ ഇൻറ്റു 2. ഈ പി എന്ന് ഉദ്ദേശിക്കുന്നത് ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ലെറ്റർ പി ആണ്. റൈറ്റ്, that comes in the electrostatics. ഫിസിക്സിന് പല പല ബ്രാഞ്ചുകളാണ്. അതിൽ ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിന് പി കണ്ടാൽ നമ്മൾ എന്ത് വിളിക്കും, ഡൈപോൾ മൊമെന്റിനെ വിളിക്കുള്ളൂ. എന്നാൽ രണ്ടാമത്തെ ബ്രാഞ്ചാണ്, വേറൊരു ബ്രാഞ്ചാണ് മാഗ്നറ്റിസം. മാഗ്നറ്റിസിൽ ഈ പി കാണിക്കുന്നത് വേറെയാണ്. ഈ പി കാണിക്കുന്നത് ശരിക്കും എന്താ പേര് എന്നറിയോ, പോൾ സ്ട്രെങ്ത് എന്നാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചെയ്തുണ്ടാവാൻ സാധ്യത കുറവാണ്. പോൾ സ്ട്രെങ്ത് എന്നതിനാണ്. അതായത് ആ പോളിന്റെ സ്ട്രെങ്ത്. അത് ഓർത്തിരിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പഠിച്ചവരുണ്ടോ എന്ന് എനിക്കറിയില്ല, സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞുതരാം. 2L എന്ന് പറഞ്ഞാൽ ഇതിന്റെ നീളമാണ് കേട്ടോ. ഇതിന്റെ നീളമാണ് 2L. അപ്പൊ ഇതിന്റെ നീളം 2A, ഇവന്റെ നീളം 2L. അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഈ ക്യൂ എന്ന് വെച്ചാൽ എന്താ സാധനം, ക്യൂ ഇവിടത്തെ ഒരു ചാർജിന്റെ വാല്യൂ. അപ്പൊ പി ആരാ, ഇവിടത്തെ ഒരു പോളിന്റെ സ്ട്രെങ്ത് കേട്ടോ. അപ്പൊ ഒരു എൻഡിലെ ആ പോളിന്റെ സ്ട്രെങ്ത് ആണ് പി. ഇപ്പറയാണെങ്കിലോ ഒരു എൻഡിലെ ചാർജിന്റെ സ്ട്രെങ്ത് ആണ് ക്യൂ കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ പി മാഗ്നറ്റിസത്തിലെ ഒരു ബാർ മാഗ്നറ്റിന്റെ ഒരു എൻഡിലെ സ്ട്രെങ്ത് ആണ് പി എങ്കിൽ, ഇപ്പൊ ഡൈപോളിലെ ഒരു എൻഡിലെ ചാർജിന്റെ സ്ട്രെങ്ത് ആണ് ക്യൂ. അപ്പൊ ഇതിപ്പോ ഏതോ ചാപ്റ്ററോടെ പഠിപ്പിക്കലായി, ഇലക്ട്രോസ്റ്റാറ്റിക്സോടെ നമ്മൾ കണക്ട് ആയി, അതിനൊന്ന് റിഫ്രഷ്മെന്റ് ആയി, അതിനൊന്ന് റിഫ്രഷ് ചെയ്തു. അപ്പൊ നമുക്കൊരു അങ്ങനെ കണക്ട് ചെയ്യണം ഫിസിക്സ്. പിന്നെ 2a എന്ന് പറയുന്ന ദൂരം, അവിടെ 2l അതിന്റെ ദൂരം. അപ്പൊ ഇത് കണക്റ്റഡ് ആണ്. അപ്പൊ ബാർ മാഗ്നറ്റ് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആരെപ്പോലെ തന്നെയാണ്, ഡൈപോളിനെ പോലെ തന്നെയാണ്. ഏത് ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോളിനെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഹാസ് ഗോട്ട് അനദർ നെയിം. ബാർ മാഗ്നറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഡൈപോൾ. റൈറ്റ്, it's called magnetic. Right, ശരി. ഇത് കൃത്യമായിട്ട് എഴുതിക്കോളൂ. ഈ രസം എന്താന്ന് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞേ, ഡൗട്ട് മനസ്സിൽ തോന്നിയ ഡൗട്ടുകൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. കുറെ കണക്ഷൻ ഉണ്ട്, എന്തെങ്കിലും തോന്നൽ പറഞ്ഞേ. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് ഉറപ്പാണ് എത്തൂല നിങ്ങളിലേക്ക്. വൺ സൈഡ് ക്ലാസ് പറഞ്ഞോ. ഞാൻ പറഞ്ഞ എമ്മിന്റെ
ഈ എമ്മിന്റെ പേരാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഇത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇവന്റെ പേര് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് തന്നെ വിളിച്ചോ, അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് തന്നെ വിളിച്ചോ. നമ്മുടെ ഈ എം, നമ്മുടെ ഈ എം ക്രോസ് ബിയിലെ എം ഉണ്ടല്ലോ മോനെ, ആ എം ഇങ്ങനെ കണക്ട് ചെയ്തോ. ഇത് തന്നെ, ഇയാൾ തന്നെ. അതിനെ സേ അതൊക്കെ ചോദ്യ കൺഫ്യൂഷൻ ആവും. അപ്പൊ ടോ ഇസ് ഈക്വൽ ടു എം ക്രോസ് ബിയിലെ എം ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ ബാർമാറ്റ് ആകുമ്പോൾ കണ്ടുപിടിക്കാനുള്ള ഫോമുല പി ഇൻറ്റു 2 വരും. കോയിലാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. അങ്ങനത്തെ ചെയ്യിക്കില്ല എന്നുള്ളത് ഞാൻ സിലബസ് നോക്കുമ്പോഴാണ്. ഒരു പ്രോബ്ലം എക്സസൈസിലുണ്ട്. ഈ ബാർമാഗ്നറ്റ്, അങ്ങനെ ചോദ്യം എങ്ങനെ പറയാം, ഈ ബാർമാഗ്നറ്റിന് പകരം നിങ്ങൾ ഒരു കോയിൽ ഉപയോഗിച്ചാലോ. അപ്പൊ നമ്മൾ കോയിൽ ഉപയോഗിക്കുമ്പോൾ ഈ ബാർമാഗ്നറ്റിന് എമ്മിന്റെ സ്ഥലത്ത് NI ഇട്ട് കൊടുക്കണം. ഞാൻ ചെയ്യിക്കാം, ഞാൻ ആ പ്രോബ്ലം ചെയ്യിക്കാം. കൃത്യമായി എഴുതിക്കോ, കൃത്യമായി എഴുതിക്കോ. ഒരു എക്സസൈസിൽ ഒരു പ്രോബ്ലം ആണ്. ശരി, പറഞ്ഞോ. പ്രശ്നങ്ങൾ പറഞ്ഞേ, പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും, പറഞ്ഞേ. മുന്നോട്ട് പോട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞോട്ടോ. നിങ്ങൾ ഇടക്കിടക്കിടക്കിടക്ക് പറഞ്ഞോളൂ, ഇടക്കിടക്കിടക്ക് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞെന്ന് പറയാൻ നിൽക്കണ്ട. അങ്ങനെ സാധനം ഇല്ല ശരിക്കും, മറ്റേ ക്ലാസ്സിലൊന്നും ഇല്ല. നിങ്ങളോടാ ഞാൻ ഈ പറഞ്ഞത്. മറ്റേ ക്ലാസ്സിലേക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ തന്നെ ഹാൻഡ് റൈസ് ചെയ്യും, കണ്ടില്ലെങ്കിൽ പിള്ളേർ ചോദിക്കും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറയേണ്ട ആവശ്യമില്ല, പിള്ളേരെ ചോദിച്ച് മുന്നോട്ട് പോകണം. അല്ലാത്ത എന്തെങ്കിലും പിന്നെ കുറെ കുട്ടികൾ പ്രശ്നം. പിന്നെ സെക്കൻഡ് നോക്ക്, ബി ബാച്ച് ക്ലീൻ ആർട്ട് ക്ലാസ് കേട്ടുള്ള റിമൂവ് ചെയ്തോ, അങ്ങനെ പഠിച്ചാൽ നോക്കിട്ടോ. ഓക്കെ, ഞാൻ മുന്നോട്ട് പോട്ടെ. കണക്ട് ചെയ്ത് തരാം, ഓരോ സ്ഥലം കണക്ട് ചെയ്ത് തരാം. പണ്ട് ഓർക്കണ്ടോ നിങ്ങൾ, ഒരു ഡൈപോള്, ഇലക്ട്രിക് ഡൈപോള് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ, ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ ഇവൻ കറങ്ങുമെന്ന് പഠിച്ചത് ഓർക്കണ്ടോ? ആരെങ്കിലും ഓർക്കണ്ടോ? ഇലക്ട്രിക് ഡൈപോൾ ഇങ്ങനെ പഠിപ്പിച്ചാൽ, ഇങ്ങനെ ഡൈപോൾ ഇരുന്നു പ്ലസ് ക്യൂ മൈനസ് ക്യൂ, എന്നിട്ട് അവനിങ്ങനെ കറങ്ങും. ടോയ്ക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഓർക്കണ്ടോ? ആരെങ്കിലും ഉണ്ടാ? അന്ന് പറഞ്ഞ ആരെങ്കിലും മറിച്ചോ? ഓർക്കാത്തവര് മറിച്ചോ? മിനിമം അത് വേണല്ലോ, മിനിമം. ഞാനീ പറയണോ? മിനിമം ആണല്ലോ അത്. ചിലത് പറയാതെ പറയുന്നു. പിന്നെ ആരെങ്കിലും ഓർക്കണമെങ്കിൽ അത് ഓർത്തെന്ന് പറഞ്ഞാൽ ബെസ്റ്റ്. അറിയുക സർ, എനിക്കറിയില്ല. ശരി. അല്ല, മറക്കണ കാണില്ല, അതാ ഞാൻ വളരെയേറെ വിളിച്ചത്. ഞാനിപ്പോ അറിയാവുന്നതുകൊണ്ടാണ്. അമീന സിദ്ധി പറഞ്ഞേ, ഓർക്കണ്ട? മറിച്ച് നോക്കാത്തത്? ശരി. എവിടെ ബുക്ക്? ഇവിടെ ഉണ്ടോ? ശരി ശരി ശരി. ഓക്കെ, പറഞ്ഞേ ഫോമുല പറഞ്ഞേ. ആരാ കിട്ടിയേ? ആർക്കാ കിട്ടിയേ? എന്റെ അമ്പോ, മറിച്ചോണ്ടിരിക്കുകയാണല്ലോ. പരീക്ഷയ്ക്ക് ബുക്കായിട്ട് കയറിക്കോളാൻ പറഞ്ഞാൽ, പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതി പഠിച്ച ബുക്കായിട്ട് കയറിക്കോളാൻ പറഞ്ഞാൽ നിങ്ങൾ മറിച്ചോണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഏത് ഫോമുലാന്ന് കണ്ടുപിടിക്കുക. പറഞ്ഞേ മുതസിറെ, കിട്ടിയതൊക്കെ? മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചത് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചേ. ആക്സിസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, അത് വേറെ കേസ് കേട്ടോ. ഞാൻ സാറത് പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ ആകെ 2 കേസാണ് പറഞ്ഞിട്ടുള്ളൂ. അതാ ഞാൻ ചോദിക്കണേ, ഉണ്ടോ ഇല്ലെന്ന്. കരണ കേസ് ഇല്ല അല്ലേ? ഇല്ല കേട്ടോ, കരണ കേസ് പഠിപ്പിച്ചിട്ടില്ല. ശരി, ഞാൻ പറഞ്ഞു. എന്നാ പിന്നെ ആ വഴിക്ക് പോണില്ല, ഞാൻ വേറെ വഴിക്ക് കൊണ്ടുവരാം. ഞാൻ റിലേഷൻ കൊണ്ടുവരാനാണ്. അതും ഒരു അറിവാ. സാറേ അത് പഠിപ്പിച്ചതില്ല, നമ്മളിങ്ങനെ മറച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ടില്ല ഇങ്ങോട്ട് ദൈവം ഇത് എവിടെ ഞാൻ എഴുതാത്താണോ അങ്ങനെ ചിന്തിക്കണേ. പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയണല്ലോ. പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഒരു കോൺഫിഡൻസ് വേണമല്ലോ. അതാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ്. സാറേ അത് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയണം. ശരി, ഓക്കെ കേട്ടോ. ഞാൻ വേറെ രീതിക്ക് കൊണ്ടുവരാം. നോക്കിയോ, ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി. ഓൾറെഡി ആ ഫോമുല ആയി. ടോ ഈസ് ഈക്വൽ ടു എം ബി മതി, അത് മതി. എം ക്രോസ് ബി ആണ് ഇതിന്റെ ഫോമുല.
ഇവൻ കറങ്ങുന്ന കോമ്പസ് കറങ്ങുന്ന ഫോർമുല ടോയ്സ്. ഞാൻ വേറെ സാധനം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് പഠിപ്പിച്ചിട്ടില്ല, ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ടോയ്സ് കൊണ്ട് എം ക്രോസ് പി, ഇതാണ് കോമ്പസ് നീട്ടിൽ കറങ്ങുന്ന ഫോർമുല. അപ്പൊ എമ്മിനെ കുറിച്ചൊക്കെ മനസ്സിലായല്ലോ. ശരി, അതാണ് ആദ്യത്തെ. ഇത് പിള്ളേർ പഠിച്ചു വെച്ചേക്കാം. ഇതൊരു പ്രോബ്ലം ചോദിക്കും. ഇതിന്റെ ഫുൾ ഫോം ആയ ടോയ്സ് എം ബി സൈൻ തീറ്റ ആണ്. റൈറ്റ്, ശരി. എം ബി സൈൻ തീറ്റ ഞാൻ നോക്കിയിട്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തേക്ക് കിടക്കുക. ഇനി നമുക്ക് തുടക്കമായിരുന്നു മാഗ്നറ്റിനെ കുറിച്ച് പഠിപ്പിച്ചാണ്. ഇനി നമ്മൾ പറയുന്നത് എർത്തിന്റെ മാഗ്നറ്റിസത്തെ കുറിച്ചാണ്. എർത്ത് മാഗ്നറ്റിസം എന്താണ് പറയാൻ പോകുന്നത്. അപ്പൊ എർത്തിനൊരു മാഗ്നറ്റിസം ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ കോമ്പസ് നീഡിൽ കറങ്ങിയിട്ട് വന്ന് നിൽക്കുന്നത്. ആർക്കെങ്കിലും ഒരു കാര്യം കൂടെ പറയാമോ? എന്തുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ കോമ്പസ് നീഡിൽ വന്ന് കറങ്ങി നിൽക്കുന്നത്? ആരെങ്കിലും പറയാമോ? കോമ്പസ് നീഡിൽ കറങ്ങി എല്ലാ കോമ്പസ് നീഡിലും നിങ്ങൾ 100 കോമ്പസ് നീഡിൽ എടുത്തു വെച്ച് നോക്കി, 100 ഒരേ സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. എല്ലാവരും നോർത്തിലേക്ക് ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒരേ ഡയറക്ഷനിൽ വന്ന് നിൽക്കും. ആർക്കെങ്കിലും അതിന്റെ കാരണം പറയാമോ? മാത്തമാറ്റിക്കലി പറയാമോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഹാഫിസ് എന്ന് പറയാമോ? ഹാഫിസ് പറയാമോ? ഇവൻ കറങ്ങാതെ വന്ന് നിൽക്കൂ എന്ന് പറയുമ്പോൾ ഇവന്റെ ടോർക്ക് എന്തായി പോവാ? ഞാൻ നിന്നോട് പറയിക്കാം. കറങ്ങാതെ ഇവൻ നിന്നു, ഇവൻ വന്ന് സ്റ്റേഷനറി ആയി, അല്ലെങ്കിൽ ഇക്വിലിബ്രി ആയി, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയി എന്ന് പറയുമ്പോൾ ഇവന്റെ ടോർക്ക് എന്തായി പോകും? 0 ആയി പോകും. ടോർക്ക് 0 ആവും. ടോർക്ക് 0 ആവണമെങ്കിൽ എന്താ? അക്കോർഡിംഗ് ടു ഫോർമുല ടോർക്ക് 0 ആവണമെങ്കിൽ എന്ത് വാല്യൂ വരുമ്പോഴാണ് ടോർക്ക് 0 ആവണം? സൈൻ 0 ആവുമ്പോ കറക്റ്റാ. അപ്പൊ തീറ്റ 0 ആവുമ്പോ, തീറ്റ എപ്പോഴാ 0 ആവണേ എന്ന് ഓർത്തു നോക്കി. തീറ്റ 0 ആവണ എപ്പോഴാ? ഞാൻ പഠിപ്പിച്ചത്. ആരൊക്കെ എന്ന് പറഞ്ഞേ? ആരൊക്കെ? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും, അതായത് ബിയും ആൻഡ് കോമ്പസിന്റെ മാഗ്നറ്റിക് ഫീൽഡോ? ഏതാ ലെറ്റർ മാഗ്നറ്റിക് ഫീൽഡ് ലെറ്റർ ഏതാ? എം മാഗ്നറ്റിക് ഫീൽഡ് അല്ലോ. അല്ല മോനെ, ഇതാരാ ഈ എം ആരാ? ടോയ്സ് കൊണ്ട് എം ബി സൈൻ തീറ്റ എം ആരാ? നീ വെറുതെ പറയണ്ട. ആരാന്ന് പറഞ്ഞേ? എം ആരാന്ന് ഞാൻ പറഞ്ഞല്ലോ. എമ്മിന്റെ പേരെന്താ? മാഗ്നറ്റിക് മൊമെന്റ്. എന്താണ് മാഗ്നറ്റിക് മൊമെന്റ്? എമ്മിന്റെ പേര് മാഗ്നറ്റിക് മൊമെന്റ്. അപ്പൊ ആരൊക്കെ തമ്മിൽ ആംഗിൾ 0 ആവണം? അത് നീ പറഞ്ഞേ. ആരൊക്കെ തമ്മിൽ ആംഗിൾ 0 ആവണം? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും ബാർ മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ കോമ്പസിന്റെ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ, ഞാൻ പറഞ്ഞ ശരിക്കും കേൾക്കോ, മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ തമ്മിൽ 0 ആവണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് മൊമെന്റ്? ടെൽ മീ ആഫീസ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് മൊമെന്റ്? ആഫീസ് വേണ്ട, ഒന്ന് പറഞ്ഞേ. യാസിൻ അബു, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ ബാർ മാഗ്നറ്റ്? ഒന്ന് പറയാം. മീഘ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് മൊമെന്റ്? മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷനുമായിട്ട് എന്തറിയാം കേൾക്കട്ടെ? എന്തറിയാം? എന്തെങ്കിലും അറിയാം? മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നും ഞാൻ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഏതെങ്കിലും മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷനുമായി ഇല്ല? ജസിയ പറ. ബാർമാന്റെ അവിടെ നിൽക്കട്ടെ, ഏതെങ്കിലും പഠിച്ചതുണ്ടോ? പോരാ ജസിയൊക്കെ ഇതുപോലെ ഇല്ലായിരുന്നു. സംഭവം ഇതുപോലെ ഇല്ലായിരുന്നു. ഈ സാധനങ്ങൾ മനസ്സിലാക്കുന്നില്ല, കൃത്യമായിട്ട് തിരിയണം. ഇന്ന് രാവിലെ ആൻസറോടെ പറഞ്ഞതാണ്, അഫീമോട് പറഞ്ഞതാണ്. അത് മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആണ്. അഫീമാണ് ആരാണ് പറഞ്ഞത്? പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആണ്.
അത് ഏതിലാ? കോയിലാണ് മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു സർഫസ് വരുന്നത്. ബാർ മാഗ്നറ്റിലെ മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷൻ ഞാൻ പറഞ്ഞിട്ടില്ല, അതിപ്പോഴാണ് ഞാൻ ഓർത്ത് പറയണമെന്നുള്ളത്. മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷൻ നമ്മുടെ സൗത്ത് നോർത്തിലേക്കാണ്. ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ. ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ ഏതായിരുന്നു? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്തായിരുന്നു? മൈനസ് ക്യൂവിൽ നിന്നും പ്ലസ് ക്യൂവിലേക്ക്. കണ്ടോ? അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്യണേ ഞാനീ പറഞ്ഞത്. ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു പീക്ക് ഏത്? ഈ പീക്ക് ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ കണക്ഷൻ കൊടുക്കാനാണ് പഠിക്കുന്നത്. ഇത് ഇന്നതാണ്, ഇത് ഇപ്പറാണ് എന്ന് മനസ്സിലാക്കണം. പീക്ക് ഡയറക്ഷന്റെ എവിടെ മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്ക്. ഇവിടെ എമ്മിന് ഡയറക്ഷൻ ഉണ്ട് എവിടെ? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്. അപ്പൊ ഇതാണ് കൂടെ ഡയറക്ഷൻ. ശരി. അപ്പോ ഇവിടെ ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള ഡയറക്ഷൻ? എമ്മും ബിയും തമ്മിൽ ഡയറക്ഷൻ എന്താവണം? 0 ആവണം. അപ്പൊ എമ്മും ബിയും തമ്മിൽ ഡയറക്ഷൻ 0 വെച്ചാൽ എങ്ങനെ വന്നത് അറിയാം? നോക്കി, ഇതൊരു ബാർമാൻഡാന്ന് കൂട്ടിക്കും. ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്. ഇതിന്റെ ഡയറക്ഷൻ ഏതാ? ഇതിന്റെ ഡയറക്ഷൻ ആയി പോകുന്നത് ഇങ്ങനെ പോകണം, റൈറ്റ്? ഇങ്ങനെ പോകുന്ന ഡയറക്ഷൻ. ബിയുടെ ഡയറക്ഷൻ ഓഫ് ബിയുടെ ഡയറക്ഷൻ ആയിരിക്കും ഇങ്ങനെ കിടക്കുന്നത്. ഇതായിരിക്കും ബിയുടെ ഡയറക്ഷൻ, ബി. ഓക്കെ, ഇത് രണ്ടും എന്താവണം? ഇത് രണ്ടും തമ്മിൽ ഒരേ ഡയറക്ഷൻ ആവും, 0 ആവണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞോ. സൗത്തിന്ന് നോർത്തിലേക്ക്. ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഡയറക്ഷൻ സൗത്തിന്ന് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക്. ഒറ്റ വര, നേരെയുള്ള വര. അതായത് ശരിക്കും അതിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ബാർ മാഗ്നറ്റിന്റെ ആക്സിസ്. ശരി, എപ്പോഴായിരിക്കും ഒന്ന് പറഞ്ഞ സലാഹുദ്ദീനെ, എപ്പോഴായിരിക്കും പോലെ ഇവര് തമ്മിൽ 0 ആവണേ? എന്തവസ്ഥയിലാവണം ഈ ബാർ മാഗ്നറ്റ്? സർ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഒരേ ലൈനിൽ വരുമ്പോ ഒരേ രീതിയിലാവണം. അതായത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ അനുസരിച്ച് ഇവൻ വന്നം അലൈൻ ചെയ്യാന്ന് അതിന്റെ വാക്ക്. അലൈൻ ചെയ്യുക, ട്യൂൺ ചെയ്യുക, കറക്റ്റായി വരിക. അതേ ഡയറക്ഷനിൽ ഇവനും വന്നം. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണോ അതേ ഡയറക്ഷനിൽ നമ്മുടെ മാർമാൻഡ്, അതായത് കോമ്പസ് നീഡിൽ വന്നു കഴിയുമ്പോൾ അവന്റെ കറക്കം നിൽക്കും. ടോർക്ക് എന്തായി പോകും? 0. കറക്കം നിന്നിട്ട് അതാണ് അവന്റെ ഡയറക്ഷൻ. അതുകൊണ്ട് അവൻ അവിടെ നിൽക്കണം. അത്ര നേരം അവൻ കറങ്ങും. നിങ്ങൾ എങ്ങനെ വെച്ചാലും കറങ്ങും. കറങ്ങിയിട്ട് അവൻ എന്തുകൊണ്ട് വന്ന് നിൽക്കണു എന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ ബോധം നമുക്കുണ്ടാവേണ്ടത്? പരീക്ഷയ്ക്ക് ഇതിനെ പറ്റി ചോദിക്കില്ല. അതിന്റെ ബോധം നമുക്കുണ്ടാവേണ്ടത് എന്താണ്? ഇറ്റ് അലൈൻസ് വിത്ത് ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത്. എർത്തിന്റെ പുറത്തുനിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡോട് ഇവൻ അലൈൻ ചെയ്ത് കഴിഞ്ഞു. then theta becomes 0. അതാണ് നമ്മൾ പറയേണ്ട, +2 പറഞ്ഞ ആൻസർ. theta 0 ആയി. theta 0 ആകുമ്പോൾ tau is equal to mb sin theta. So it is 0. Torque becomes 0. It will not rotate again. It becomes stable. Right? ഈ മനസ്സിലാവുന്ന കോലത്തിൽ എഴുതണം. അതിന് പഠിക്കാനുള്ള ആത്മാർത്ഥതയാണ് അതിനകത്ത് ഒന്നാമത്തെ കേസാണ്. അങ്ങനെ പഠിക്കുന്ന ആത്മാർത്ഥത വന്നിരിക്കണം. അത് പറ്റില്ല. ഇല്ലാത്തവരത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. നിങ്ങളെ ഇപ്പോഴത്തെ ഓൺലൈനും നിങ്ങളുടെ ഫേസ്ബുക്കും നിങ്ങളുടെ ഗെയിമുകളും നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടിട്ടുണ്ട്. അതിനകത്ത് ആര് തിരിച്ചു വരാനുള്ള പണിയെടുക്കുന്നു അവരാണ് അതിനകത്ത് കാര്യം. തിരിച്ചു വന്നാൽ മതി. അതിനാ ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറെ പേരുണ്ട് അങ്ങനെ പോവാത്തവരുണ്ട്, പോയവരുണ്ട്. ശരി, ഓക്കെ. അപ്പൊ ഇതാണ് എന്റെ കോൺസെപ്റ്റ്, റൈറ്റ്? ഇനി കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇവര് അലൈൻ. അടുത്ത ചോദ്യം, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകും. നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എർത്തില് പല കാരണങ്ങളാണ്. ഇതുവരെ ശരിക്കും കാരണം കണ്ടുപിടിച്ചിട്ടില്ല. മാഗ്നറ്റിക് ഫീൽഡ് കൃത്യമായിട്ട് എർത്തിൽ ഉള്ളത് കൊണ്ടാണ് അതുള്ളത് കൊണ്ടാണ് ശരിക്കും എർത്ത് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ എർത്തിൽ ആകത്തോടുകൂടി വലിയ ഒരു മാഗ്നറ്റ് കുഴിച്ചിട്ടാക്കും പോലെ എർത്തിൽ. അതാണ് രസം. ഞാൻ പറഞ്ഞ വേർത്താന്ന് കൂട്ടിക്കോ, വേർത്താന്ന് കൂട്ടിക്കോ, റൈറ്റ്? വേർത്താന്ന് കൂട്ടിക്കോ. ഒരു ത്രീ ഡയമെൻഷണൽ ഫീൽഡ്, റൈറ്റ്? വേർത്താന്ന് കൂട്ടിക്കോ. ഇതിനകത്ത് എങ്ങനെയാണെന്നറിയോ? ഒരു ബാർ മാഗ്നറ്റ് കുഴിച്ചിട്ടാക്കും പോലെയാണ് പിള്ളേരെ. ശരിക്കും കുഴിച്ചിട്ടാക്കും പോലെയാണ് ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ് ഇങ്ങനെ കുഴിച്ചിട്ടാക്കുന്ന ഒരവസ്ഥയാണ്. ബാർ മാഗ്നറ്റ് ഇങ്ങനെ കുഴിച്ചിട്ടാക്കുന്ന ഒരവസ്ഥയാണ്. അതിന്റെ അടിയിൽ, അതിന്റെ ഉള്ളിൽ, എർത്തിന്റെ ഉള്ളിൽ ബാർ മാഗ്നറ്റ്
വലിയൊരു ബാർ മാഗ്നറ്റ്, ജയന്റ് ബാർ മാഗ്നറ്റ് കുഴിച്ചിട്ടാക്കും പോലെയാണ്. കൃത്യമായി കുഴിച്ചിട്ടാക്കും. ബാർ മാഗ്നറ്റ് പോലെ, ചുമ്മാ മാഗ്നറ്റിസം അല്ല, ഒരു ബാർ മാഗ്നറ്റ് പോലെ. അവനുണ്ട് നോർത്ത് പോളും സൗത്ത് പോളും, അവനുണ്ട് നോർത്ത് പോളും സൗത്ത് പോളും. അതാ രസം. ഇനി ഈ നോർത്ത് പോളും സൗത്ത് പോളിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആക്ച്വലി നോക്കട്ടോ, ഈ കുഴിച്ചിട്ടാക്കാന്ന് പറഞ്ഞില്ലേ? ഈ കുഴിച്ചിട്ടാണ് പ്രത്യേകത തന്നെയാണ് പറഞ്ഞത്. നോക്കട്ടോ, ഷിപ്പ് കുഴിച്ചിട്ടാക്കണേല് വേറെ ഷീപ്പ് വരയ്ക്കാൻ നോർത്ത് വേണ്ട, അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, ഞാൻ വരച്ചാൽ ചെയ്തു. ഇങ്ങനെ ഇങ്ങനെ കുഴിച്ചിട്ടാണ്, ഇങ്ങനെ കുഴിച്ചിട്ടാണ്, ഇങ്ങനെ കുഴിച്ചിട്ടാണ്. ശരിക്കും ശ്രദ്ധിച്ചോണ്ട് കുറെ ഐഡിയ പറയും. ചെരിച്ചാണ് എങ്ങനെ നമ്മുടെ ഇത് ഇക്വേറ്റർ ആണ് കൂട്ടിക്കോ നിങ്ങൾ. ഏത് ഇങ്ങനെയാണ് ഇത് ഇക്വേറ്റർ, ഭൂമിയുടെ ഇക്വേറ്റർ ഇങ്ങനെയാണ് കൂട്ടിക്കോ. ഇത് ഭൂമിയുടെ ഇക്വേറ്റർ. ഓക്കെ, അത് ഭൂമിയുടെ നോർത്ത് എവിടെയാണ്? ഭൂമിയുടെ നോർത്ത് എവിടെയാണ്? ഭൂമിയുടെ സൗത്ത് എവിടെ? ഇങ്ങനെ ഭൂമി നിൽക്കുവാന്ന് കൂട്ടിക്കോ. അങ്ങനെയാണ് ഇവ നേരെ കുഴിച്ചിട്ടാക്കുമ്പോൾ അല്ല ഇതിന്റെ എഫക്ട് സയന്റിസ്റ്റുകൾ പഠിച്ചത് ഇങ്ങനെയാണ്. പഠിച്ചപ്പോ മനസ്സിലായത് എങ്ങനെയാണെന്നറിയോ? അല്പം ചെരിച്ചാണ് ഇവർ കുഴിച്ചിട്ടാക്കുക. അതിന് ചെരിഞ്ഞാ കിടക്കുന്നത്. എന്നിട്ട് രസം എന്താണ് നിങ്ങൾ കേട്ടോളൂ, ഈ കിടക്കുന്ന മാഗ്നറ്റിന്റെ സൗത്ത് പോളാണ് ഇവിടെ നോർത്ത് പോൾ. അപ്പൊ തലതിരിഞ്ഞാ കിടക്കുന്നത്. ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി. ഭൂമിയുടെ ഉള്ളിലെ നമ്മൾ കുഴിച്ചിട്ടാക്കണ മാഗ്നറ്റിന്റെ മാറിപ്പോയത്, കുഴിച്ചിട്ടാണ് മാഗ്നറ്റിന്റെ സൗത്ത് പോൾ എവിടെ വരും? നമ്മുടെ ഭൂമിയുടെ യഥാർത്ഥ നോർത്ത് പോളിന്റെ ആ ഭാഗത്ത് വരും. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജോഗ്രഫിക് നോർത്ത്. മാറിപ്പോയിരിക്കാൻ വേണ്ടി ജിയോഗ്രഫിക് എന്ന് വിളിക്കുന്നത് യഥാർത്ഥ നോർത്ത്. അപ്പൊ NG ജിയോഗ്രഫിക് നോർത്ത്, ഇത് ജോഗ്രഫിക് സൗത്ത്. ശരി, ഇങ്ങനൊരു എഫക്റ്റാണ് വന്നത്. ഈ എഫക്റ്റിന് പല കാരണങ്ങളുണ്ട്. ഞാൻ കുറെ പോയിന്റ് പറഞ്ഞിട്ട് സംശയമുള്ളത് അപ്പപ്പ ചോദിച്ചോളാം. ഒരു കല്ലിന്റെ മുകളിൽ അടുത്ത കല്ല് വെച്ചായിരിക്കും പോകണം. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ ടോപ്പിക്കുകളാണ്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം അടിയിൽ വരുവാണെങ്കിൽ അപ്പൊ തന്നെ പറയണം. പഴുത് മുകളിൽ കയറി പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ പെയിന്റ് അടിക്കുമ്പോൾ പറയരുത് ഉള്ളിൽ പ്രശ്നം ഉണ്ടെന്ന്. ഇപ്പോഴേ പറയണം, ഇപ്പോഴേ പറഞ്ഞ് പൊക്കോളണം. മനസ്സിൽ തോന്നുന്ന സംശയം ചോദിച്ചാൽ മതി, വേറൊന്നും വേണ്ട. മനസ്സിൽ തോന്നുന്ന സംശയം ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോ ഇങ്ങനെ കുഴിച്ചിട്ടാക്കുന്ന ഒരു എഫക്റ്റാന്ന് പറയില്ലേ, ഇതിന്റെ എഫക്റ്റിന്റെ കാരണം ഇതുവരെ ഇപ്പോഴും മിസ്റ്ററിയാണ്. ഇപ്പോഴും അറിയില്ല എന്താ കാരണം. ഒരു കാരണം പറയുന്നത് ഈ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് ഉള്ളിൽ മോൾട്ടൻ റോക്ക് ഉണ്ടല്ലോ, അതായത് ഈ ഉള്ളിലേക്ക് ചെല്ലുന്നവരും കോറിലേക്ക് ചെല്ലുന്നവരും എല്ലാം ഉരുകിയ അവസ്ഥയാണ്. ഉരുകിയ അവസ്ഥയിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ ഒരു ചാർജിന്റെ എഫക്ട് വരും. ആ ചാർജ് ഇങ്ങനെ സർക്കുലർ ഷേപ്പ് ഒരുപോലെയാവും. അങ്ങനെ കറങ്ങിട്ട് അതിന് ഡയനാമോ എഫക്ട് എന്നാണ് ഇവര് സയന്റിസ്റ്റുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡയനാമോ എഫക്ട് പോലെയാണ്, അതായിരിക്കാം കാരണം എന്നാണ് ഒരു കാരണം പറയുന്നത്. ഇങ്ങനെ കറങ്ങുമ്പോൾ ഓക്കെ. ഇനി അപ്പൊ എന്തായാലും അത് ബാർ മാഗ്നറ്റിന്റെ എഫക്ട് അതിനകത്തുള്ളത്. ബാർ മാഗ്നറ്റ് പോലെ തന്നെയാണ് എഫക്ട്. ഇനി ഇത് എന്റെ വാല്യൂ ഉണ്ടല്ലോ പിള്ളേരെ, അറൌണ്ട് 10⁻⁻5 ടെസ്ല വരെയാണ്. വളരെ ചെറുതാ ഭൂമിയിൽ. 10⁻⁵ ടെസ്ലയേ ഉള്ളൂ. നമ്മുടെ ഒരു ബാർ മാഗ്നറ്റ് വലിയൊരു ബാർ മാഗ്നറ്റിന്റെ എഫക്റ്റാണ്. അത് വലിയ എഫക്റ്റ് ഇല്ലാത്ത, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ്. ജൂപ്പിറ്ററിലേക്ക് ഭയങ്കര മാഗ്നിഫിൽഡ് എന്ന് പറയുന്നത്. ജൂപ്പിറ്റർ, മൂണിലൊന്നും മാഗ്നിഫിൽഡ് ഇല്ല. അപ്പൊ ഓരോ പ്ലാനറ്റിലും ഓരോ സെറ്റപ്പാണ്. അതിന് കൃത്യമായ ആംഗിൾക്ക് കൃത്യ റോളുണ്ട്. ഈ ആംഗിൾക്ക് മാറ്റം വന്നാൽ മൊത്തം മാറ്റം വരും. ഭൂമിയുടെ ആക്സിസ് ചെരിഞ്ഞാൽ ഇതിനൊക്കെ മൊത്തം മാറ്റം വരും. അങ്ങനെയൊക്കെയാണ് ഈ ഭൂമിയുടെ അവസാനം നാശം പറയുന്നത്. ഭൂമി നശിക്കാൻ പോകുന്നത് മനുഷ്യൻ ചെയ്താണെന്നാണ് പറയണത്. അപ്പൊ മനുഷ്യന്റെ അതും ഭൂമിയിലെ പ്രവർത്തനം കൊണ്ട് ഇതിനകത്തൊക്കെ മാറ്റം വരും. ഇതൊക്കെ മാറ്റം വന്നാൽ കണക്കുകളൊക്കെ തെറ്റും, അതിന്റെ റൊട്ടേഷൻ തെറ്റും, കാലാവസ്ഥ തെറ്റും, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചങ്ങനെയാണ് ഉണ്ടാക്കിയ ദൈവം തമ്പുരാൻ. റൈറ്റ്?
അപ്പൊ അതാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ശരി, ഇനി നമ്മൾ പറഞ്ഞത് എന്തറിയോ? ഇനി നമ്മൾ പറയുന്നത് നിങ്ങള് അപ്പൊ ഇതിനകത്തൊരു സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാണെന്ന് കൂട്ടിക്കും. നമ്മൾ ഭൂമിയിൽ കേട്ടോണ്ടല്ലേ നമ്മളിപ്പോ ഇവിടെ നിൽക്കുക. എവിടെ? നമ്മൾ ഭൂമിയുടെ മുകളിൽ നമ്മളെല്ലാവരും നിൽക്കുക. നമ്മളെല്ലാവരും നിൽക്കണേ എങ്ങനെയാ ശരിക്കും? ഇതാ നോക്കി എങ്ങനെ നിൽക്കണേ. പലർക്കും സംശയമാണല്ലോ കാര്യം. ഇത് നോക്കി, ഇതാണ് ശരി ഭൂമി. ഈ ഭൂമിയുടെ മുകളിൽ നിൽക്കാതെ എവിടെയാണ് ഇന്ത്യ വരുന്നത്? ഇവിടെയാണ് ഇന്ത്യ വരുന്നത്. എവിടെയാണ് ഇന്ത്യ? റൈറ്റ്. നമ്മളിപ്പോ ഇവിടെ എങ്ങനെ നിൽക്കണേ? നമ്മളെങ്ങനെ നിൽക്കണേ? നമ്മളിങ്ങനെ നിൽക്കുക. റൈറ്റ്. നമ്മളിങ്ങനെയാണ് നിൽക്കണേ. നമ്മളിങ്ങനെ നിൽക്കുക. പലർക്കും സംശയമാണ് ഇപ്പോഴും ഭയങ്കര സംശയം. ആഫ്രിക്ക നിൽക്കുന്നവർ ഇവരിങ്ങനെ നിൽക്കും. റൈറ്റ്. ഇവിടെയാണ് അമേരിക്ക വരും. അമേരിക്കയിൽ ഇങ്ങനെ നിൽക്കും. ഇവിടെ താഴെ ഓസ്ട്രേലിയയിലേക്ക് ഇങ്ങനെ നിൽക്കും. ആൾക്കാരൊക്കെ ഉണ്ടോ? ഇന്ത്യയിലെ ആൾക്കാർ ഇന്ത്യ കറക്റ്റ് ഇക്വേറ്ററിലേക്ക് ഏകദേശം വരും. കറക്റ്റ് ഇക്വേറ്ററിന്റെ ഭാഗത്ത് തൊട്ടടുത്തേക്ക് ഇന്ത്യ വരുന്നത്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ, റഷ്യ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഭൂമിയുടെ റൗണ്ടാന്നുള്ള കോൺസെപ്റ്റിൽ ഈ ഭാഗത്ത് ഈ താഴത്തേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ആളുകൾ ഇങ്ങനെ നിൽക്കും. എല്ലാം അങ്ങനെ തന്നെ. എല്ലാ ആൾക്കാർക്കും പുറത്തേക്കാണല്ലോ നിൽക്കുന്നത്. നമുക്കറിയാലോ. ഞാൻ പറയുന്നത് എന്തറിയോ? നമ്മളിവിടെ ഇന്ത്യയിൽ നിൽക്കുക. ഇതിന്റെ ഉള്ളിലെ ഭാഗമായിട്ട് കുഴിച്ചിട്ടൊക്കെ ഇതിന്റെ ഉള്ളില് ഇതാണ് നോർത്ത് പോള്. ഇതാണ് നോർത്ത് പോള്. ഇതാണ് ഭൂമിയുടെ സൗത്ത് പോള്. നോർത്ത് പോള്, സൗത്ത് പോള്. ഇതിനകത്ത് കുഴിച്ചിട്ടങ്ങനെ എങ്ങനെയാണെന്ന് അറിയാം? ഇങ്ങനെ നേരെയല്ല കുഴിച്ചിട്ട് ഇങ്ങനെ ചെരിച്ചിങ്ങനെ കുഴിച്ചിട്ടൊക്കെ ഇതിന്റെ ഉള്ളിൽ ചെരിഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പൊ ഇവിടെ സൗത്ത് പോള്, അത് നോർത്ത് പോള്. അതിന് ചോദ്യം, നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ നിന്നുകൊണ്ട്, ഇന്ത്യയിൽ നിന്നുകൊണ്ട്, നമ്മുടെ കയ്യിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. എന്റെ കയ്യിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഞാനിവിടെ കോമ്പസ് നീഡിൽ വെച്ചു. ഈ കോമ്പസ് നീഡിലിന്റെ നോർത്ത് പോള് എങ്ങോട്ട് കാണിക്കും? എന്റെ ജോലി ശ്രദ്ധിച്ചോളൂ. ഞാൻ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട്, ഞാൻ ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഞാനൊരു കോമ്പസ് നീഡിൽ എടുത്തു. കോമ്പസ് നീഡിൽ കൊണ്ട് ഇവിടെ വെച്ചു. അത് നമ്മുടെ കയ്യിൽ വെച്ചു, നമ്മുടെ ടേബിളിന്റെ മുകളിൽ വെച്ചു, നിലത്ത് വെച്ചു, നമ്മുടെ കൈ പിടിച്ചു. അതാണ് ഇവിടെ വെക്കാന്ന് പറഞ്ഞത്. ഇവിടെയാണോ വെക്കണേ? ഈ കോമ്പസ് നീഡിൽ എന്തുണ്ട്? നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. കോമ്പസ് നീഡില് നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. കോമ്പസ് നീഡിലെ നോർത്ത് പോൾ എങ്ങോട്ട് കാണിക്കും? ആരാ പറഞ്ഞു? എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്ത്. എല്ലാവരും എന്തെങ്കിലും ആൻസറുമായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത്. അതിനാണോ ക്ലാസ്സിലിരിക്കുന്നത്? എല്ലാവരും അൻവർ, എന്റെ ഹാഫിസ്, സൂഫിൻ, അങ്ങനെ ഇരിക്കാത്ത ക്ലാസ്സിൽ ഇരിക്കണ്ട തന്നെയാണ്. ആ ഹാൻഡ് റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ആൻസർ പറയാനോ? ശരി. ബേസിന്റെ കൈ കാണില്ലയോ? മുഹമ്മദ് ഫായിസിന്റെ കാണില്ലയോ? മേഘയുടെ കാണില്ലയോ? കൈ കാണട്ടെ, ശരിക്കും കാണട്ടെ. അത് നമ്മുടെ മെത്തേഡ് മോൾക്ക് മനസ്സിലായെങ്കിൽ മോള് ക്ലാസ്സിൽ ഇരുന്നാൽ മതി. ക്ലാസ്സിലേക്ക് അങ്ങനെ പഠിച്ചാലേ അതിന്റെ ഗുണമുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്ന ഗുണമുള്ളൂ. ശരി. ആഫീസ് മുഹമ്മദിന്റെ അവിടെ കൈ തളർന്നു കിടക്കണം. എന്തിന്റെ കൈ? അങ്ങനെ നിൽക്കട്ടെ. ശരി. ഷജാഫിന്റെ കൈ എന്ത്? ആ മൗസിന്റെ ഉള്ളിൽ നിന്ന് നീ ഒന്ന് വിടാവോ? അപ്പുറത്തേക്കൊന്ന്, ആ പൊത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൈ കാണിക്കാവോ? അത് കാണട്ടെ. കൈ കാണേണ്ടതിന്റെ. ശരി. ഷജാഫ് ഒന്ന് പറഞ്ഞടാ. ചോദ്യം എന്താ ചോദിച്ചാന്ന് പറഞ്ഞ നീ? മറ്റുള്ളവർ കൈ കാത്തിക്കോ. ചോദ്യം എന്താ ഞാൻ ചോദിച്ചേ? അത് മനസ്സിലായില്ലോ? ചോദ്യം മനസ്സിലായില്ലോ? ഒരു പാടാ. എന്റെ പണി ഇത്തിരി പാടാ. നിന്റെ ഒന്ന് പറഞ്ഞേ ഹബീബ തസ്മി. ഏതിന്റെ സൗത്തിലേക്ക്? കാരണം എന്താ മോളെ? അതെ ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ കോമ്പസ് നീഡിൽ വെച്ച് കഴിയുമ്പോ കോമ്പസ് നീഡിന്റെ നോർത്ത് എങ്ങോട്ട് നിൽക്കും? ഒന്നുകൂടെ പറയാം. കോമ്പസ് നീഡിന്റെ നോർത്ത് എങ്ങോട്ട് നിൽക്കും? എർത്തിന്റെ സൗത്തിലേക്ക്. അപ്പൊ കോമ്പസ് നീഡിൽ ഞാൻ അവിടെ വെക്കുക. കേട്ടോ? ശരിയാ തെറ്റൊന്നും ഒരു പ്രശ്നമില്ല. അത് ഞാൻ ആദ്യമായിട്ട് ചോദിക്കണേ. നോ പ്രോബ്ലം. കോമ്പസ് നീഡിൽ ഞാൻ ഇവിടെ വെച്ചാക്കണം, മുകളിൽ വെച്ചാക്കണം കേട്ടോ. അപ്പൊ അതിനൊരു നീഡിലുണ്ടെങ്കിൽ ഇത് നോർത്താന്ന് കൂട്ടിക്കോ, ഇത് സൗത്താന്ന് കൂട്ടിക്കോ. അപ്പൊ മോള് പറഞ്ഞത് നോർത്ത്, കോമ്പസിന്റെ നോർത്ത് എങ്ങോട്ട് നിൽക്കും? എർത്തിന്റെ സൗത്തിലേക്ക് നിൽക്കും. അതായത് ഇതിങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ വരും. തിരിഞ്ഞിട്ട് അതിങ്ങനെ വരും.
നോർത്ത് ഇങ്ങോട്ട് നിൽക്കും, സൗത്ത് ഇങ്ങോട്ട്. കാരണം എന്താ നമ്മള് പറഞ്ഞേ? ശരി, അപ്പൊ ബാർമാഗനറ്റ് ഏതാ എവിടെയുള്ള? ആരാ? ബാർമാഗനറ്റ് ഏതിന്റെ എവിടെയുള്ള? അത് എർത്തിന്റെ ഉള്ളില് കുഴിച്ചിട്ടാക്കുന്ന ബാർമാഗനറ്റ് ഏതാ അവിടെയുള്ള? എർത്തിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടാക്കുന്ന മാഗ്നറ്റിന്റെ ഏത് പോളാ അവിടെ ഉള്ളത്? നോർത്ത് പോൾ. അപ്പൊ നോർത്ത് പോളിലേക്ക് കോമ്പസ് നീഡിൽ ഏത് പോൾ വരും? അപ്പൊ ഇപ്പൊ മോള് പറഞ്ഞനുസരിച്ച് നോർത്ത് പോളാണല്ലോ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ അത് അങ്ങനെ തിരിയണോ? അത് വേണ്ട. അപ്പൊ പ്രശ്നം വന്നുണ്ടോ? അതായത് കോമ്പസ് നീഡിൽ തിരിയും. കോമ്പസ് നീഡിൽ എങ്ങോട്ട് തിരിയും? ശരിക്കും കോമ്പസ് നീഡിൽ അട്രാക്ട് ചെയ്യാണല്ലോ. ഓപ്പോസിറ്റ് പോൾസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. നോർത്ത് പോൾ സൗത്ത് പോൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോ എന്ത് വരും? ശരിക്കും മനസ്സിലാക്കേണ്ടത്, കോമ്പസ് നീഡിൽ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ കോമ്പസ് നീഡിൽ ഏത് കോലത്തിൽ വെച്ചത് ഇങ്ങനെ ഇരിക്കുവാന്ന് കുട്ടി. കോമ്പസ് നീഡിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കോമ്പസ് ഈ ആരോ ആട്ടോ കോമ്പസ് നീഡിൽ നോർത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ആവശ്യമുള്ള എല്ലാം എഴുതട്ടോ. മോളിൽ നിന്ന് പ്രിന്റർ നോട്ട് ഇറങ്ങുന്നില്ല ഇനി. പിന്നെ പ്രിന്റർ നോട്ട് ഇങ്ങനെ ഇറങ്ങുന്നില്ല ഇതിനകത്ത്. റെവലേഷൻ, മറ്റേ വഹിയ റെവലേഷൻ ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നില്ല. റൈറ്റ്. അപ്പൊ എന്താണ്? നോർത്ത് പോളാണ് ഈ ആരോ എന്ന് പറഞ്ഞ സാധനം കോമ്പസ് നീഡിൽ. നമ്മളവിടെ വെച്ച് കഴിയുമ്പോൾ തന്നെ അതിന്റെ നോർത്ത് പോള് എർത്തിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന ബാർമാഗനറ്റിന്റെ സൗത്ത് പോളിലേക്ക് അട്രാക്റ്റഡ് ആവും. സൗത്ത് പോളിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പൊ ഇവനങ്ങോട്ട് തിരിയും. ഞങ്ങൾ തിരിഞ്ഞിട്ട് കോമ്പസ് തിരിഞ്ഞിട്ട് ഇങ്ങനെ വന്നങ്ങ് നിൽക്കും. എങ്ങോട്ട്? ഏതിന്റെ നേരെ? നമ്മളെ ഭൂമിയുടെ ഉള്ളില് നമ്മൾ കുഴിച്ചിട്ടാക്കണ, നമ്മളല്ല കേട്ടോ, സോറി, നമ്മളല്ല, അവിടെ ഓൾറെഡി കുഴിച്ചിട്ടാക്കണ ബാർമാഗ്നറ്റിന്റെ ഒരു സൗത്ത് പോൾ ഇങ്ങേ അറ്റത്തുണ്ട്. അങ്ങേ അറ്റത്തിലേക്ക് ഇവൻ തിരിഞ്ഞിങ്ങനെ നിൽക്കും. ഉണ്ടാവും. സർ, പറഞ്ഞോ. സാറേ ലെഫ്റ്റ് ആയി പോയായിരുന്നു, ഒന്നുകൂടെ പറയാവോ? പറയും, ഒന്നുകൂടെ പറയും. അസിബോളായതുകൊണ്ട് ഒന്നുകൂടെ പറയും. അല്ലെങ്കിൽ ലെഫ്റ്റ് ആണവർക്ക് പറയാൻ നിന്നാ പറ്റില്ലല്ലോ. ലെഫ്റ്റ് ആണവർക്ക് പറയാൻ നിന്നാ വേറെ 100 പേരുണ്ടെങ്കിൽ ഒരാള് ലെഫ്റ്റ് ആയി കയറുമ്പോ അടുത്താള് ലെഫ്റ്റ്, അടുത്താള് കയറുമ്പോ അല്ലെ? മെഹബൂബ, ശരിയാണോ ഞാൻ പറഞ്ഞത്? റൈറ്റ്, ശരി. ഓക്കെ. പിള്ളേരെ പഠിപ്പിക്കുമ്പോഴേ പിള്ളേരെ തിരിച്ച ആൻസറും ചോദ്യം ചോദിച്ചാലേ പഠിപ്പിക്കുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതുണ്ടായിരുന്നു നിങ്ങൾക്ക്. നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായതാ. ഓക്കെ, അപ്പൊ കേട്ടോ, നിങ്ങളെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നാണല്ലോ, നിങ്ങൾക്ക് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ബാക്കിയുള്ള ക്ലാസ് പുതിയ പ്ലസ് വണ്ണിന് ഒരു പ്രശ്നമില്ല, മറ്റൊരു പ്രശ്നമില്ല. നിങ്ങളെ ആ ഒരു പ്ലസ് വൺ പരീക്ഷകളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ മൊത്തത്തിൽ ആ വേവലെങ്ത് അങ്ങനെയായി കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഞാൻ മനസ്സിലാക്കി. എന്നാൽ അല്ലാത്ത പ്രശ്നങ്ങൾ എൻട്രൻസിൽ പോകുന്നവരും അങ്ങനെ മാറി ചിന്തിക്കുന്നവർക്കും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. ആവറേജ് കുട്ടികൾ എന്ന് പറയുന്നവരെ ആവറേജ് ഒരു എബോ ആവറേജ് നിൽക്കുന്നവര് പ്രശ്നമുണ്ട്. ശരിയാവും, ശരിയാവാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ശരിയാവാതെ പോവില്ല. നോക്കിയോ, പറഞ്ഞോ. ഇതേപോലെ ഞാൻ പറയാം എന്താ പറ്റുന്നത് ഞാൻ പറഞ്ഞ. അപ്പൊ ഞാൻ പറയാം, കേട്ടോ പോലെ. അപ്പൊ അഫീൽ കേട്ടോ, മൊത്തത്തിൽ കേട്ടോ, ഒന്നും പറയാം. നിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതായത് നമ്മുടെ എർത്തിന്റെ എവിടെ നിന്നാലും നമ്മുടെ കയ്യിൽ കോമ്പസ് നീഡിലുണ്ട്. കോമ്പസ് നീഡിൽ വേണ്ടതേ, കോമ്പസ് നീഡിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ബാർമാഗ്നറ്റ് വന്ന് കെട്ടിത്തൂക്കിയിടുക. കോമ്പസ് നീഡിൽ വെച്ചാൽ എന്താ ശരിക്കും അറിയുക? ഇറ്റ്സ് എ ഫ്രീലി സസ്പെൻഡഡ് ബാർമാഗ്നറ്റ്. സസ്പെൻഡഡ് കെട്ടിത്തൂക്കിയിട്ടാൽ ഇറ്റ് ആക്ട് ആസ് കോമ്പസ് നീഡിൽ, റൈറ്റ്? ഇത് അതിന് സെറ്റപ്പായ ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കി കാറ്റൊന്നും അടിക്കാതെ നല്ല സൂചിയിൽ കുത്തി നിർത്തിയാക്കണം. അത്രയുള്ള കോമ്പസ് നീഡിൽ നമുക്കുണ്ടാക്കാം. തെർമോക്കോളിൽ ചെറിയൊരു ബാർമാഗ്നറ്റ് വെച്ചിട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കി. ആ തെർമോക്കോളിൽ വെള്ളത്തിൽ വെച്ചാൽ ഇറ്റ് ആക്ട് ആസ് കോമ്പസ് നീഡിൽ. ഇറ്റ് ഷുഡ് മൂവ് ഫ്രീലി. അതിനൊരു ആക്ഷൻ വെച്ചു തുടങ്ങാം. അത്രയുള്ള കോമ്പസ് നീഡിൽ എന്ന് പറയുന്നതാണ്. എല്ലാ ബാർമാഗ്നറ്റും കെട്ടിത്തൂക്കിട്ടാൽ 1000 ബാർമാഗ്നറ്റ് കെട്ടിത്തൂക്കിട്ട് എല്ലാവരും ഒരേ ഡയറക്ഷനിൽ വന്ന് നിൽക്കും. അത് എങ്ങോട്ടാ കാണിക്കണമെന്ന് ആക്ച്വലി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവൻ എങ്ങോട്ടാ കാണിക്കണമെന്ന് വെച്ചാൽ ചുറ്റൊന്നും വേറെ മാഗ്നറ്റ് വെക്കരുത്. എർത്തിന്റെ മാഗ്നറ്റിസത്തിലെ എർത്തിന്റെ ഭൂമിയുടെ ഉള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന ജയന്റ് മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഒരു മൂലക്കുണ്ട്. എവിടെ? നമ്മുടെ പോളാർ റീജിയനിൽ അവിടെയാ ശരിക്കും. അങ്ങനെ തന്നെയാ ബാർമാഗ്നറ്റിന് അവിടെയാ ദൈവം തമ്പുരാൻ കുഴിച്ചിട്ടാണ് സെറ്റപ്പിൽ.
ആ സൗത്ത് പോളിലേക്ക് നമ്മുടെ കോമ്പസ് നീഡിലിന്റെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ട് പിടിച്ചിരിക്കുന്ന ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ അങ്ങോട്ട് അട്രാക്റ്റഡ് ആവും. ഇങ്ങനെ നമ്മുടെ സൗത്ത് അല്ലേ, ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്. അതുകൊണ്ടാണ് കോമ്പസ് നീഡിലിന്റെ ആരോ എങ്ങോട്ട് നിൽക്കണേ, സൗത്തിലേക്ക് നിൽക്കുന്നത്, അങ്ങോട്ട് നിൽക്കുന്നത്. അത് ഇവിടെ ചെല്ലുള്ളൂ. ഇവൻ ചോദിച്ചെന്നറിയാമോ, നമ്മുടെ അസംസിയസ് ചോദിച്ചെന്നറിയാം, ഇവിടെ സാറേ അപ്പൊ സാറേ ഇവിടെ കൊണ്ടുവച്ചാലോ നിങ്ങൾ കോമേഴ്സിൽ അപ്പോഴും ഇങ്ങനെയാണ്, ഇങ്ങനെയോ എങ്ങനെ എല്ലാം അങ്ങോട്ട് നിൽക്കുള്ളൂ, സൗത്തിലേക്ക്. ഇവിടെ കൊണ്ടുവച്ചാലോ അത് ഇങ്ങനെ നിൽക്കും, അങ്ങനെ കാണിക്കുള്ളൂ, അങ്ങനെ കാണിക്കുള്ളൂ. ഇവിടെ വെച്ചാലോ, ഇവിടെ വെച്ചാൽ ഇങ്ങനെ കാണിക്കും, ഇങ്ങോട്ടാട്ടോ. ഇവിടെ വെച്ചാലോ ഇങ്ങോട്ടാന്ന് തോന്നി, ഇവിടെ വെച്ചാലോ അങ്ങോട്ടാ കാണിക്കുള്ളൂ. നിങ്ങൾക്ക് ഈ മുസ്ലിം കുട്ടികൾക്ക് അറിയാം കിബില നോക്കണം സാധനം. കിബില എന്ന് പറയുന്ന മക്കൾക്ക് അറിയാം, ഹജ്ജിനൊക്കെ പോകണം. മക്ക എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ പർട്ടിക്കുലർ സ്ഥലത്താ ഭൂമിയുടെ. അങ്ങോട്ട് നോക്കിയിട്ട് നിസ്കരിക്കാവുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നത് അവിടെ ഒരു കേന്ദ്രമാക്കി ഒരു പോയിന്റിനെ വെച്ചോണ്ട്. അത് അപ്പൊ ഭൂമിയുടെ ചുറ്റിന്നും ഏത് രാജ്യത്ത് നിന്നാലും അങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു കോമ്പസിറ്റ് നോക്കിയിട്ട് ഈ പള്ളിക്ക് പണിയണൊക്കെ. അതാണ് ഒരു കേന്ദ്ര, ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അതിന്റെ ഡയറക്ഷൻ. അപ്പോ ചുറ്റിന്ന് ഇങ്ങനെ കറങ്ങി വരും, എല്ലാവരും അങ്ങോട്ട് ഇതാവും. അതിനൊരു എക്സാമ്പിളോട് ഞാൻ പറഞ്ഞില്ല. ഈ കഅബ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇതിന്റെ തൊട്ടടുത്തെത്തിയാൽ ഇത് ചുറ്റും ഇങ്ങനെ നടക്കാം. അതിന്റെ ചുറ്റും നടക്കുമ്പോ എവിടെ നിന്നാണെങ്കിലും നിസ്കരിക്കാം, എവിടെ നിന്ന് നിസ്കരിക്കാം, എവിടെ നിന്ന് നിസ്കരിക്കാം. അതേപോലെ കോമ്പസ് നീഡില് ഇതാണ് സൗത്ത് പോളെങ്കിൽ ചുറ്റിനും അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും. ശരി, ഇനി എന്താ പറയുന്നത്? അപ്പോ ഇനി രസം എന്താ പറയുക? അപ്പൊ അതുകൊണ്ട് ഈ പോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേട്ടോ. ഒരു പോയിന്റ്, ഈ സ്ഥലമുണ്ടല്ലോ, ഈ പോയിന്റ് എർത്തില്, ഇതിന് വിളിക്കുന്ന പേരാണ് നോർത്ത് സീക്കിംഗ് പോൾ. എന്ന് വെച്ചാൽ സീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നത്. കോമ്പസ് നീഡിലിന്റെ നോർത്ത് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണത്, ആ പോയിന്റ്. അതല്ലേ അങ്ങോട്ട് തിരിയണേ, അവൻ അങ്ങോട്ടാ ഇഷ്ടം. അതിന് ശരിക്കും കാരണം എന്താ? അവിടെ സൗത്ത് പോൾ കുഴിച്ചിട്ടാക്കണാണ് അതിന്റെ കാരണം. അപ്പൊ നോർത്തിന് ഇഷ്ടമുള്ള പോളാണത്, നോർത്ത് സീക്കിംഗ് പോളാണ് ഭൂമിയുടെ. അതുകൊണ്ട് ഇതിനൊരു പേരോടെ വിളിക്കാറുണ്ട്, മാഗ്നറ്റിക് നോർത്ത് എന്ന് വിളിക്കും. അപ്പൊ ആ സ്ഥലത്തിന്റെ പേരാണ് എന്ത്? മാഗ്നറ്റിക് നോർത്ത്. ഏത്? ഭൂമിയിലെ ആ സ്ഥലത്തിന്റെ പേരാണ് മാഗ്നറ്റിക് നോർത്ത്. ശരിക്കും ആരാ അവിടെ ഭൂമിയുടെ അടിയിൽ അല്ലെങ്കിൽ അവിടെ കുഴിച്ചിട്ടാണ് സൗത്ത് പോളാണ്. ബാർ മാഗ്നറ്റിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടാക്കും നമ്മൾ വിശ്വസിക്കുന്ന, കുഴിച്ചിട്ടാക്കുമ്പോൾ എഫക്റ്റ് ഉള്ള ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ അവിടെ വന്നെ. പക്ഷെ നമ്മളതിനെ എന്ത് പേരിട്ട് വിളിക്കും? NM എന്താ? മാഗ്നറ്റിക് നോർത്ത്. മറ്റെന്താ? ജോഗ്രഫിക് നോർത്ത്. ഇതെന്താണ്? മാഗ്നറ്റിക് നോർത്ത്. അതേപോലെ ഇവിടെ എന്തുണ്ട്? ജോഗ്രഫിക് സൗത്ത്. ഇവിടെ എന്തുണ്ട്? മാഗ്നറ്റിക് സൗത്ത്. അപ്പൊ SM SG NG NM പറഞ്ഞു. പ്രശ്നങ്ങൾ പറഞ്ഞു. ശരിക്കും മനസ്സിലാക്കി പഠിക്കേണ്ടതാ. പറഞ്ഞു. ആ കളി വേറെയാ. സർഫസിലാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോറിലേക്ക് പോകുന്നതിനകത്ത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവനിങ്ങനെ കുറച്ചുകൂടെ നേരെയാവുന്നതാണ്. കുറച്ചുകൂടെ നേരെയാവും. അത് എന്താ മനസ്സിലാണ്? ഇപ്പൊ മനസ്സിലാവില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ പറയാം. വേറെ ഒന്നുകൊണ്ട് സാധനങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഇനി താഴ്ച ഇല്ലാണ്ടാവും. പക്ഷെ എപ്പോഴും കാണിക്കൽ എങ്ങനെയായിരിക്കും മോനെ? അങ്ങോട്ട് തന്നെ ആയിരിക്കും. അവിടെ ആയിരിക്കും ഇല്ലേ? നമ്മൾ ഇത് നോക്കി, ഇവിടെ നിൽക്കാം. ഇവിടെയാണ് ഭൂമിയുടെ ഉള്ളിൽ കുഴിച്ചിട്ടാണ് സൗത്ത്. ഇവിടെ നമ്മൾ ഇവിടെ നിൽക്കാം മേളിൽ. അപ്പൊ അത് ഇങ്ങനെ കാണിക്കും. താഴത്തേക്ക് ഇറങ്ങിയതോർത്ത് കാണിക്കൽ അങ്ങോട്ട് തന്നെ ആയിരിക്കും, മാറ്റില്ല. പക്ഷെ വേറൊരു സാധനം മാറും. ഞാൻ പഠിപ്പിക്കാം, കുറച്ചുകൂടെ പഠിപ്പിച്ചാലേ മനസ്സിലാവും. നോക്കട്ടോ ഇനി. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? അപ്പം ഓരോ സ്റ്റെപ്പ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാട്ടോ. നിങ്ങൾക്ക് കൃത്യം ഒന്നും പഠിക്കാനില്ല. നല്ല നീറ്റായി മനസ്സിലായത് നിങ്ങളുടെ ഭാഷയിൽ മാത്രം, വേറെ ഒരു ഭാഷയിനകത്ത് വേണ്ട.
ക്വസ്റ്റ്യൻ ആൻസർ വേറെ രീതിക്കാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാഷ മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യാം, അത് എഴുതി വെക്കുക. മനസ്സിലായെങ്കിൽ ഇപ്പൊ പറയുക. അപ്പൊ എനിക്ക് പിന്നെ അടുത്ത മുകളിലേക്ക് അതിനനുസരിച്ച് പണിതാൽ മതി. കേട്ടോ? പോട്ടെ, മുന്നോട്ട് പോട്ടെ. ശരി. ക്ലിയർ ആയിട്ട് പറഞ്ഞോ. എർത്തിന്റെ മാഗ്നറ്റിക് അത് ഞാൻ പറയാം. മാഗ്നറ്റിക് ഡയറക്ഷനെ കുറിച്ച് ഞാൻ പറയാം. കേട്ടോ? അങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഇന്ന കാര്യങ്ങളോട് പറയണമെന്ന്. അതുകൊണ്ട് ചോദിക്കണം എന്നാ പറഞ്ഞത്. ശരി കേട്ടോ? അല്ലാതെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ല. ഒരു സംശയമില്ല, മനസ്സിലാവില്ല. അതിന് അങ്ങനെ തന്നെയാണ് ടോപ്പിക്കിന്റെ പ്രത്യേകതയാണ്. കേട്ടോ? ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇനി നമുക്ക് വരച്ചെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരച്ചു ഇതുണ്ടല്ലോ, ജോഗ്രഫിക് നോർത്തും ജോഗ്രഫിക് സൗത്തും തമ്മിലുള്ള വരയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേര്, ആ വരയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേര് ആർക്കെങ്കിലും അറിയോ? ജോഗ്രഫിക് നോർത്തും ജോഗ്രഫിക് സൗത്തും നമ്മൾ ജോയിൻ ചെയ്യണ വരയുടെ പേര് ആർക്കെങ്കിലും അറിയോ? മെറിഡിയൻ എന്നാണ്. ജോഗ്രഫിക് മെറിഡിയൻ. ജോഗ്രഫിക് ഈ വരയുടെ പേരാണ് മെറിഡിയൻ. എന്ത് മെറിഡിയൻ? ജിയോഗ്രഫിക് മെറിഡിയൻ. മെറിഡിയൻ എന്നുള്ള നമ്മുടെ ജോഗ്രഫിയിലെ പേരാ. ടേമാ. ഇനി ഇപ്പൊ നമുക്ക് പുതിയൊരു വര കിട്ടിയില്ലോ. ആരൊക്കെ തമ്മിൽ? ഇവിടെ NM ഉം NG തമ്മിൽ ഒരു വര കിട്ടിയിട്ടുണ്ടോ? ഇത് മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു വരയുണ്ട്. ഇതൊരു മെറിഡിയൻ തന്നെ. എന്ത് മെറിഡിയൻ ആയിരിക്കുന്നത്? ഇത് മാഗ്നറ്റിക് മെറിഡിയൻ ആയിരിക്കും. ഇതിന്റെ പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ. ഈ രസം എന്താണെന്ന് അറിയാമോ? മറ്റേ ഞാൻ പറയും കുറെ കാര്യങ്ങൾ കിട്ടാം. ഇതിപ്പോ സുഖിൻ ചോദിച്ച പോലെ എന്താന്ന് വെച്ചാൽ അത് ഇത് ശരിക്കും ഡയറക്ഷൻ എങ്ങനെയാണ് പറഞ്ഞില്ല. നോക്കൂ, എപ്പോഴും ബാർമാഗിന്റെ ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. ബാർമാന്റെ ഡയറക്ഷൻ നോർത്തിൽ സൗത്തിലേക്കാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലും കുഴിച്ചിട്ടാക്കല്ലേ ബാർമാൻഡ്. അപ്പൊ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെ ശരിക്കും? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി രസം എന്താണ് കിട്ടും? ഇവിടെയാണ് നേരത്തെ അവൻ ചോദിച്ചതിന്റെ പ്രത്യേകത. ഇത് ശരിക്കും ഉള്ളിലല്ലേ? കേട്ടോ? ഇത് ശരിക്കും എവിടെയാ? കറക്റ്റ് ആ ബാഗനത്തിന് മുകളിൽ വരെ. ബാർമാറ്റ് എവിടെ കുഴിച്ചിട്ടാണ്? നടുക്കല്ലേ കുഴിച്ചിട്ടാണ്. നമ്മളെവിടെയാ നിൽക്കണേ? നമ്മൾ സർഫസിൽ. ഇത് സംശയം ഉണ്ടാക്കുന്ന സാധനം. ഇങ്ങനെ ആലോചിച്ചു. ഞാൻ പറഞ്ഞു നോക്കി, ഇങ്ങനെ ആലോചിച്ചു. നമ്മളെവിടെ നിൽക്കണേ? ഇവിടെ. ഈ ബാർമാറ്റ് എങ്ങനെ കുഴിച്ചിട്ടാണ്? ഇങ്ങനെ കുഴിച്ചിട്ടാണ് നേരെ. അപ്പൊ നോർത്തിൽ സൗത്തിലേക്ക്. പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഈ സൗത്ത് ഇവിടെയാട്ടോ. നിങ്ങൾ മനസ്സിലാവണം ശരിക്കും. ഇവിടെയാണ് സൗത്ത്, ഇവിടെയാണ് നോർത്ത്. ഈ സൗത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സൗത്തിലേക്ക് വന്നു ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയാവും. ഉണ്ടാ നിങ്ങൾ ബാർമാറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഓർക്കണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞു. അപ്പൊ നമ്മുടെ ഡയറക്ഷൻ ഇങ്ങനെ വന്നിട്ട് ഈ ഇവിടെ എത്തുമ്പോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ സൗത്ത് പോളിലേക്ക് ഇങ്ങനെ വളഞ്ഞു വരും. ഇങ്ങനെ വളഞ്ഞിട്ട് നിങ്ങൾ ഓർക്കണേ, ഒരു ബാർമാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കണ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടുത്തെ പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെ വളഞ്ഞു വന്ന് ഇങ്ങനെ കുത്തും. ഇങ്ങനെ വന്ന് കുത്തും. ഇങ്ങനെ സൗത്ത് പോളിലേക്ക് വളഞ്ഞു വരും. എവിടെ നിന്ന് തുടങ്ങും? നോർത്ത് പോളിൽ നിന്ന് തുടങ്ങും. പിന്നെ പുറത്തേക്ക് ഇവിടെ നിന്ന് വരും. ഉണ്ടാവും. പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ കുത്തും. ശരിക്കും മനസ്സിലാക്കിക്കോളും. അപ്പോ നമ്മൾ മാഗ്നറ്റിക് നോർത്ത് എടുത്തു കഴിയുമ്പോ ഇവിടെ മാഗ്നറ്റിക് നോർത്ത് തന്നെ. ഇവിടെ മാഗ്നറ്റിക് നോർത്ത് തന്നെ. ഇങ്ങനെ കുഴിച്ചിട്ടാക്കുമെന്ന് കൂട്ട് ഇവിടെ മാഗ്നറ്റിക് നോർത്ത് വരും. ഈ മാഗ്നറ്റിക് നോർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? ഉള്ളില് കറക്റ്റ് സ്ട്രെയിറ്റ് ആ. ഉള്ളില് ഭൂമിയുടെ അടിയില്. നമ്മൾ പക്ഷെ എവിടെ നിൽക്കണം? നമ്മൾ മുകളിലാണ്. മുകളിൽ നിൽക്കുമ്പോൾ എങ്ങനെ വരും എന്നറിയോ? അതെ, ഇവിടെയാണ് കുട്ടിക്ക് കുഴിച്ചിട്ടാണ് മാഗ്നറ്റിക് നോർത്ത്. എന്ന് പറയും ബാർ മാഗ്നറ്റിക് നോർത്ത്. ഇവിടെ നിന്ന് തുടങ്ങും. 3 ഡയമെൻഷൻ ചിന്തിക്കണം. ഇവിടുന്ന് തുടങ്ങും ഇങ്ങനെ വളഞ്ഞിങ്ങനെ. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് തുടങ്ങും. തുടങ്ങിയിട്ട് ഇങ്ങനെ വളഞ്ഞിങ്ങനെ വന്ന് വളഞ്ഞിങ്ങനെ വന്ന് ഇങ്ങനെ കുത്തും. ഇവിടെ തുടങ്ങും.
ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ പോകും. പുറത്തേക്ക് വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ വന്ന് മനസ്സിലാവണം. വിശദമായിട്ട് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ ഇനി നാളെ തന്നെ പഠിക്കും. ഇതെല്ലാം ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു. ബൈ. താങ്ക് യു സർ. ഇത് ഡൗട്ട് ചോദിക്കണ്ട, ഇത് ഞാൻ നാളെ പഠിക്കും. ബാക്കി പഴയതുപോലെ ഡൗട്ട് ചോദിക്കും. താങ്ക് യു സർ. പറഞ്ഞോ.